സഹോദരങ്ങളെ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. പ്രിയമുള്ളവരെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കുറേയേറെ വർഷമായി കൊറോണ പീരീഡിന് ശേഷം നമ്മൾ കാത്തിരുന്ന മെഗാ പ്രോഗ്രാം വാതിക്കൽ വന്ന് നിൽക്കുകയാണ്. 19-ാം തീയതി 1 മണി തൊട്ട് 7 മണി വരെ ഇടിഞ്ഞില്ലം, ചങ്ങനാശ്ശേരിക്കും തിരുവല്ലയ്ക്കും ഇടയ്ക്ക് ഇടിഞ്ഞില്ലം എന്ന സ്ഥലത്ത് നമ്മുടെ ഒരു ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്റർ, വിജയ ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററിൽ DXന്റെ മെഗാ പ്രോഗ്രാം നടക്കുകയാണ്. നമ്മളെല്ലാം അറിഞ്ഞു. 2000-ഓളം പേര് പങ്കെടുക്കുന്ന പ്രോഗ്രാമിന്റെ ടിക്കറ്റുകൾ ഏകദേശം തീർന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് വല്ല ലീഡേഴ്സിന്റെ കയ്യിൽ നിന്ന് ചിലപ്പോൾ കുറച്ച് ടിക്കറ്റ് കിട്ടാം. 2-ാം ദിവസം നടക്കുന്ന ട്രെയിനിങ് പ്രോഗ്രാം, സ്റ്റെർലിംഗ് റിസോർട്ട് ആലപ്പുഴയിൽ നടക്കുന്ന ട്രെയിനിങ് പ്രോഗ്രാമിന്റെ ടിക്കറ്റും എൻ്റെ അറിവിൽപ്പെട്ടിടത്തോളം അതും ഏകദേശം തീർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ഈ എപ്പോഴും നമ്മൾ മലയാളികളുടെ ഒരു രീതി എന്ന് പറയുന്നത്, നമ്മൾ ആ 19-നും 20-നും തന്നെ അതെല്ലാം കൈക്കലാക്കാം, ടിക്കറ്റ് എടുക്കാം എന്നൊക്കെ കരുതും. പക്ഷെ അത് പലപ്പോഴും നമുക്ക് അബദ്ധമായിട്ട് മാറും, കിട്ടാതെ വരും, പരിഭവങ്ങളാകും. കാരണം ഒരു മനുഷ്യന് മാറ്റിമറിക്കുന്ന ഏറ്റവും വലിയ ഒരു സംഭവം നമ്മുടെ കാഴ്ചയാണ്. നമ്മൾ കണ്ട് മനസ്സിലാക്കുന്നത് നമ്മളെ വല്ലാതെ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ അത് പതിയും. കണ്ട് മനസ്സിലാക്കുന്നത് കാര്യം നമ്മൾ കേട്ട് പലതും പഠിക്കുന്നുണ്ട്, നമ്മൾ പലതും കേട്ട് മനസ്സിലാക്കുന്നത് പോലെ അല്ല ഈ DXന്റെ ഈ മെഗാ പ്രോഗ്രാം നേരിട്ട് കാണുമ്പോൾ. അതിനുശേഷം അത് അവസാനിച്ചു കഴിഞ്ഞ സമയത്ത് നമ്മളെല്ലാം ദുഃഖത്തോടെ പറയും, ഒരാളെയെങ്കിലും ഒരു 200 രൂപ മുടക്കി ഒരാളെയെങ്കിലും പങ്കെടുപ്പിച്ചിരുന്നെങ്കിൽ ആ വ്യക്തിയുടെ മനസ്സിൽ DXN തറക്കുമായിരുന്നു. അപ്പൊ ഇതേപോലെ ഇത്തരത്തിലുള്ള ഒരു പ്രോഗ്രാം വരുമ്പോൾ എത്രയും വേഗം പറയുന്നത് നാളെ തന്നെ നമ്മുടെ ടിക്കറ്റ് എല്ലാം പരമാവധി നമ്മൾ കൈക്കലാക്കുക. ഒരു വ്യക്തിക്ക് മിനിമം നമുക്ക് രക്ഷപ്പെടാൻ വേണ്ടത് 6 പേരാണ്. 6 പാസെങ്കിലും ഓരോ വ്യക്തികളും, ഒരു പുത്തൻ വ്യക്തിയാണെങ്കിൽ പോലും 6 പാസെങ്കിലും നിങ്ങൾ എടുത്തു എന്ന് ഉറപ്പ് വരുത്തുക. അവരെയൊക്കെ പങ്കെടുപ്പിക്കാൻ ഇപ്പൊ തൊട്ട് അവരുടെ ടൈം ടേബിളുകൾ, അവരുടെ കാര്യങ്ങൾ അതെല്ലാം മാറ്റിവെച്ച് അവരോട് അതിലേക്ക് വരാനായിട്ട് അവരെ മാനസികമായിട്ട് തയ്യാറെടുപ്പിക്കുക. അല്ലെങ്കിൽ ചിലപ്പോൾ 1 രൂപ പോലും വരുമാനം സ്റ്റാർട്ട് ചെയ്യാത്ത ഒരു പുത്തൻ മെമ്പറെ സംബന്ധിച്ചിടത്തോളം ഒഴിവാക്കാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ മീറ്റിംഗ് ആയിരിക്കും. അത് നമുക്കറിയാം, അതിന്റെ ആ വ്യാപ്തി അറിയാം, അല്ലെ, അതിന്റെ ആ ഇന്റൻസിറ്റി അറിയാം. ഇത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിനുണ്ടാകുന്ന മാറ്റം അറിയാം. അതുകൊണ്ട് പലവട്ടം ഓർപ്പിക്കുകയാണ്, നമ്മൾ പരമാവധി ആളുകളെ പങ്കെടുപ്പിക്കുക. ആ മീറ്റിങ്ങിൽ അതിന്റെ വിജയം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓരോരുത്തരുടെയും പേഴ്സണൽ വിജയമാക്കി മാറ്റുക. ഓക്കെ, നമുക്ക് ഇന്നത്തെ പ്രോഗ്രാമിലേക്ക് കിടക്കാം. ആദ്യമായിട്ട് പുതുതായിട്ട് വന്നിട്ടുള്ള കൂട്ടുകാർക്ക്, പുത്തൻ കൂട്ടുകാർക്ക് ക്രൗൺ ക്രിയേഷൻ ക്ലബിന്റെ അഭിവാദ്യങ്ങൾ. ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വർഷങ്ങളായിട്ട് കണ്ടിന്യൂ ചെയ്യുന്ന നമ്മുടെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള പ്രോഗ്രാമാണ് MHMS. വർഷങ്ങൾക്ക് മുമ്പ് കൊറോണ പീരീഡിൽ രാജീവ് സാറിന്റെ മനസ്സിൽ വിരിഞ്ഞ ഒരു രീതി, ഈ മീഡിയ ഉപയോഗിച്ചുകൊണ്ട്, നമുക്ക് സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുകൊണ്ട്, അതേപോലെ തന്നെ ഇന്റർനെറ്റ് യുഗത്തിൽ നമുക്ക് ചെയ്യാവുന്ന ഒരു നല്ല പ്ലാറ്റ്ഫോമാണ് ഇത്തരത്തിലുള്ള പ്രോഗ്രാം. അത് നമ്മൾ നിലക്കാതെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ കൂടുതൽ ശക്തമായിട്ട് നമ്മുടെ ഈ പ്രോഗ്രാം മാറട്ടെ. അപ്പൊ അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് ഇന്നത്തെ പ്രോഗ്രാമിൽ വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പോൾ കഴിയുന്നതും നിങ്ങൾക്ക് കുറിച്ചെടുക്കേണ്ട കാര്യങ്ങളാണെങ്കിൽ ഒരു ബുക്കിൽ കുറിച്ചെടുക്കുക. മറ്റുള്ള നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് പോലെയല്ല DXN നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്. DXN എന്ന് പറയുന്നത് റിയൽ കമ്പനിയാണ്. നമ്മുടെ സിസ്റ്റം എന്ന് പറയുന്നത് റിയൽ സിസ്റ്റമാണ്, ജെന്യുവിൻ സിസ്റ്റമാണ്. അതുകൊണ്ട് തന്നെ കഴിയുന്നത്രയും നമ്മൾ ഓരോ കാര്യങ്ങളും എഴുതി പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ പഠിക്കുന്ന കാര്യം മറ്റുള്ളവരെ കൺവിൻസ് ചെയ്യിക്കുക, അവർക്ക് പറഞ്ഞു കൊടുക്കുക. അതാണ് ഇതിനകത്തുള്ള സക്സസ് എന്ന് പറയുന്നത്. പഠിക്കുക, പഠിപ്പിക്കുക, ഇത്രയും കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. ഈ ഒരിക്കലും ആത്മാവില്ലാത്ത ചില മോട്ടിവേഷൻ ആണെങ്കിൽ നമ്മൾ കുറെ കഥകൾ കേട്ടു, അല്ലെങ്കിൽ കുറെ മോട്ടിവേഷൻ കാര്യങ്ങൾ കേട്ടു, ഒന്നും സംഭവിക്കില്ല. നമുക്ക് ആ കാര്യത്തെക്കുറിച്ചുള്ള ഒരു അവബോധം ഇല്ലെങ്കിൽ ഒരിക്കലും ആക്ഷൻ ഉണ്ടാകില്ല. ആക്ഷൻ ഇല്ലാതെ നമുക്ക് മോട്ടിവേഷൻ മാത്രമാണെങ്കിൽ നമുക്ക് അതുകൊണ്ട് റിസൾട്ട് പ്രതീക്ഷിക്കാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് കഴിയുന്നതും പല കാര്യങ്ങളും നമ്മൾ കുറിച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമുക്ക് തുടങ്ങാം. നമ്മുടെ കമ്പനിയുടെ പേര് DXN, പുത്തൻ കൂട്ടുകാർക്ക് അറിയാനായിട്ടാണ്. DXN എന്ന് പറയുന്നത് ദക്ഷൻ എന്ന വാക്കിന്റെ ഷോർട്ട് ഫോം ആണ്. ഒരു മലേഷ്യൻ വാക്കാണ്. അതിന്റെ അർത്ഥം ട്രസ്റ്റ് വർത്തി അഥവാ വിശ്വാസ യോഗ്യമായത്.
മലേഷ്യയില് 1993 ഡോക്ടർ ലിൻസ്യൂജൻ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് നമ്മുടെ ഈ കമ്പനി തുടങ്ങിയത്. അദ്ദേഹം ജനിച്ചത് മലേഷ്യയിലാണെങ്കിലും പഠിച്ചത് ഇന്ത്യയിലായിരുന്നു. ഇന്ത്യയിലെ ഗോരഖ്പൂർ IIT-യിൽ നിന്ന് എഞ്ചിനീയറിംഗ് ബിരുദമെടുത്തു. മനുഷ്യ ശരീരവും കൂണും എന്നുള്ള വിഷയത്തിൽ ഡോക്ടറേറ്റ് എടുത്തു. അങ്ങനെ അദ്ദേഹം അന്ന് തുടങ്ങിവെച്ച ആ മഹാപ്രസ്ഥാനം ഇന്ന് 180ഓളം രാജ്യങ്ങളിൽ പടർന്ന് പന്തലിച്ച് നിൽക്കുന്നു. ലോക നെറ്റ്വർക്ക് ഹിസ്റ്ററിയിൽ അത്ഭുതങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് ഏറ്റവും ഫാസ്റ്റസ്റ്റ് ഗ്രോവിംഗ് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനി. ഏകദേശം നമ്മൾ 1-ാം റാങ്കിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു. ഇന്ത്യയിൽ 1-ാം റാങ്ക് അച്ചീവ് ചെയ്ത് കഴിഞ്ഞു. 2000 ഇന്ത്യയിലേക്ക് DXN എത്തി. 2000 നമ്മുടെ ഇവിടെ ഇത് ആരംഭിച്ചത് ഡോക്ടർ രത്ന വസുപാലും പ്രൊഫസർ വസുപാലയുമാണ്. അതേപോലെ തന്നെ പ്രശസ്തനായിട്ടുള്ള ഡോക്ടർ രഞ്ജൻ അപ്പോളോ ഹോസ്പിറ്റലിലെയും വിജയ ഹോസ്പിറ്റലിലെയും കാർഡിയോളജിസ്റ്റ് ആയിരുന്ന, 2 ഇന്ത്യൻ പ്രസിഡന്റ് KR നാരായണന്റെയും വെങ്കിട്ടരാമന്റെയും പേഴ്സണൽ ഡോക്ടറായിരുന്ന രഞ്ജൻ സാറ്, ഇവരെല്ലാവരും ചേർന്നുകൊണ്ടാണ് ഈ വലിയ ഗ്രൂപ്പിനെ കെട്ടിപ്പടുത്തുയർത്തിയതും ലക്ഷക്കണക്കിന് ആളുകളെ ജീവിതത്തിൽ ആരോഗ്യപരമായും സാമ്പത്തികമായിട്ടും ഒക്കെ രക്ഷപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടാക്കിയെടുത്തത്. ആ പട്ടികയിലേക്ക് ധാരാളം പ്രഗത്ഭർ കയറി വന്നു. ഇന്ത്യ കണ്ട വേൾഡ് കണ്ട നമ്പർ 1 പ്ലാസ്റ്റിക് സർജൻ ഇപ്പൻ കോശി സാറിനെ പോലെ 10,000-ഓളം പ്രൊഫഷണൽസ്, അത് അലോപ്പതി ഡോക്ടർമാർ തന്നെ 10,000-കണക്കിന് ആളുകൾ ഉള്ള ഒരു പ്രസ്ഥാനം. അങ്ങനെ ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഈ മഹാപ്രസ്ഥാനത്തിന് ഇന്ത്യയിൽ നിന്ന് അതിന്റെ ക്രെഡിബിലിറ്റി കൂടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം നമുക്ക് ഹിമാചൽ പ്രദേശിലെ ബദ്ദയിലാണ് നമ്മുടെ ഫാക്ടറിയും കാര്യങ്ങളൊക്കെ നമുക്കുണ്ടായിരുന്നത്. പോണ്ടിച്ചേരിയിൽ നമുക്ക് 2 ഫാക്ടറി ഉണ്ട്, കോടികൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള. എന്നാൽ ഇന്ന് ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ ഫാക്ടറി ഇന്ത്യയിൽ വന്നിരിക്കുകയാണ്. അത് തെലങ്കാനയിലാണ്. തെലങ്കാനയിലെ സിദ്ദിപ്പേട്ട് ജില്ലയിൽ 100 ഏക്കറിൽ 1000 കോടിയുടെ ഇൻവെസ്റ്റ്മെന്റ് ആണ് കമ്പനി നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവിടെ കൊമ്പൂച്ചയൊക്കെ ഉൽപ്പാദിപ്പിക്കുന്ന വീഡിയോസ് എല്ലാം എൻ്റെ പ്രിയപ്പെട്ടവർ കണ്ടിരിക്കും. ഒരു വലിയ ബാച്ച് നമ്മുടെ ഫാക്ടറി നേരിട്ട് കാണാൻ, ഇത് വാക്കിലോ അല്ലെങ്കിൽ പുസ്തകത്തിലോ ഒതുങ്ങുന്ന കാര്യമല്ല, നേരിട്ട് കാണാൻ വേണ്ടി ഒരു കൂട്ടം വ്യക്തികൾ പുറപ്പെടാൻ പോവുകയാണ്. അപ്പോൾ ആ ബാച്ചിൽ നിങ്ങളും ചെല്ലുക, നമ്മളെല്ലാവരും ചെന്നത് കാണണം. അപ്പോൾ അത്രക്ക് ആയിരക്കണക്കിന് കോടി രൂപ ഇന്ത്യ മഹാരാജ്യത്ത് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള നമ്മുടെ വലിയൊരു പ്രസ്ഥാനം, ലോകം മുഴുവൻ നിറഞ്ഞ ഒരു പ്രസ്ഥാനം. ഈ പ്രസ്ഥാനത്തിൽ ഇന്നിപ്പോൾ ഇന്ത്യയിൽ തന്നെ നമ്മുടെ ഫാക്ടറിയിൽ 85ഓളം പ്രോഡക്റ്റുകളാണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. 85ഓളം പ്രോഡക്റ്റുകൾ നമുക്ക് ഇന്ന് DXN ഇന്ത്യയിലുണ്ട്. ഓരോ പ്രോഡക്റ്റും മിറാക്കുലസ് ആയിട്ടുള്ള പ്രോഡക്റ്റുകളാണ്, അത്ഭുതകരമായിട്ടുള്ള പ്രോഡക്റ്റുകൾ. നമ്മളെന്നും പറയാറുണ്ട് അല്ലേ, ഒരു കൊച്ചു മനുഷ്യ ജീവിതമാണ്. ആ കുഞ്ഞു ജീവിതത്തിൽ കണ്ണടച്ച് തുറക്കും മുമ്പ് നമ്മുടെ ബാല്യം കടന്നു, യൗവനത്തിലേക്ക് എത്തി അല്ലേ. ഇപ്പൊ നേരത്തെ രാജീവ് സാറ് പറഞ്ഞതുപോലെ ഈ DXN-ലേക്ക് 30കളിൽ കടന്നു വരുന്നു, 30കളുടെ ലാസ്റ്റിൽ കടന്നു വരുന്നു. ഇന്ന് നോക്കുമ്പോൾ റെസ്റ്റ് എടുക്കേണ്ട ടൈമിലേക്ക് എത്തുന്നു. പറയുന്നതിനേക്കാളും വേഗത്തിൽ വർഷങ്ങൾ പോവുകയാണ്. 24 വർഷം എനിക്കും എൻ്റെ കുടുംബത്തിനും DXN കൊണ്ട് ജീവിക്കാനായിട്ടുള്ള ഭാഗ്യം ഉണ്ടായി എന്ന് പറയുമ്പോൾ, ഒരു കുടുംബം 24 വർഷം ഒരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് സിസ്റ്റത്തിലൂടെ അത് DXN പോലുള്ള സിസ്റ്റത്തിലേ കഴിയുള്ളൂ. ബിക്കോസ് ഇറ്റ് ഈസ് എ സ്റ്റേബിൾ കമ്പനി അല്ലേ. ഒരു റിയൽ കമ്പനി ആയതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഈ 10-24 വർഷമായിട്ട് ഈ മഹാപ്രസ്ഥാനത്തിലൂടെ ജീവിച്ചു പോകാനായിട്ട് കഴിഞ്ഞത്. ഇവിടെ നമ്മളത് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ ഒരു അസിസ്റ്റന്റ് ആയിട്ടുള്ള ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന കാലയളവിലാണ് എൻ്റെ പ്രിയപ്പെട്ട അപ്ലൈൻ സുറായ് സാറ് എന്നെ ഈ സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരുന്നത്. അദ്ദേഹം കൊണ്ടുവന്നു. അച്ഛന് ഈ മഹത്തരമായ പ്രോഡക്റ്റ് ഡയബറ്റിക് ഗാംഗ്രീൻ എന്ന് പറയുന്ന പ്രോബ്ലം മാറാനായിട്ട് നമ്മുടെ RGGL ക്യാപ്സ്യൂളും അതേപോലെ തന്നെ നമ്മുടെ കോഫിയും കൊടുത്തു. അച്ഛൻ്റെ കാല് മുറിച്ചു കളയാതെ ആ രക്ഷപ്പെട്ട അത്ഭുതം, അതാണ് എന്നെ ഈ സിസ്റ്റത്തിലേക്ക്, എല്ലാ ജോലിയും കളഞ്ഞുകൊണ്ട് ഈ സിസ്റ്റത്തിലേക്ക് കൊണ്ടുവന്നത്. അതിനുശേഷം യാത്ര തുടങ്ങി. ഇന്ന് DXN-ൽ സീനിയർ ക്രൗൺ ഡയമണ്ട് എന്ന പൊസിഷനിൽ വർക്ക് ചെയ്യുന്നു. അപ്പൊ നേരത്തെ രാജീവ് സാറ് പറഞ്ഞ പോലെ ഈ പ്രോഡക്റ്റ് കഴിക്കാൻ ഭാഗ്യം ഉണ്ടായതുകൊണ്ടും ഇതേപോലെയുള്ള ഒരു സിസ്റ്റത്തിൽ നിന്ന് കിട്ടിയ ട്രെയിനിങ്ങും ആത്മവിശ്വാസവും കോൺഫിഡൻസും ഇതെല്ലാമാണ് ഈ ഒരു ഏജിലും വീണ്ടും പഴയ ചെറുപ്പത്തിന്റെ ആ രൂപത്തിൽ ഒരു BA-യും LLB ഒക്കെ എടുക്കാൻ കഴിഞ്ഞതും വക്കീലായിട്ട് എൻറോൾ ചെയ്യാൻ കഴിഞ്ഞതും. അപ്പോൾ ഇതെല്ലാം നടന്നതിന്റെ പിന്നിൽ ബേസ്മെന്റ് ഏതാണെന്ന് ചോദിച്ചാൽ DXN തന്നെയാണ്. ഈ സിസ്റ്റം നമുക്ക് തരുന്ന ആത്മവിശ്വാസം, ഈ പ്രോഡക്റ്റ് നമുക്ക് തരുന്ന യൗവനം, ഇതൊക്കെ തന്നെയാണ് നമുക്ക് ഏതു പ്രായത്തിലും അല്ലെ, ഏത് പ്രായത്തിലും നമുക്ക് എന്തും ചെയ്യാൻ പറ്റുന്ന
അങ്ങനെയുള്ള ഒരു അത്ഭുതത്തെ വിളിക്കുന്ന പേരാണ് DXN. അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് കേൾക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ലോകത്ത് പ്രോഡക്റ്റ് നെറ്റ്വർക്ക് ചെയ്യുന്ന ഏക കമ്പനിയാണ് DXN. പലയിടത്തും 2 തരം കമ്പനികളുണ്ട് നമ്മുടെ. പ്ലാൻ വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി കൃത്രിമമായ പ്രോഡക്റ്റ് കൊണ്ടുവരിക, തട്ടിപ്പ് പ്രോഡക്റ്റ് കൊണ്ടുവരിക. ആ പ്രോഡക്റ്റിന്റെ ഒക്കെ പേരുകളും അതിന്റെ കവറൊക്കെ വളരെ മനോഹരമായിരിക്കുള്ളൂ. പക്ഷെ ഇതെല്ലാം ആട്ടുംതോലണിഞ്ഞ ചെന്നായകളാണ് എന്ന് പറഞ്ഞതുപോലെ. അത് ആ തരത്തിൽ അവരുടെ ലക്ഷ്യം ഒന്ന് മാത്രമേ ഉള്ളൂ, പണം അടിച്ചെടുക്കുക. ആയിരക്കണക്കിന് കോടി രൂപ, അല്ലെ, ആയിരക്കണക്കിന് കോടി രൂപ തട്ടിച്ച് ഫീൽഡിൽ നിന്ന് എടുത്തു. നെറ്റ്വർക്ക് എന്നുള്ള ആ ബിസിനസ്സിന് തന്നെ നാണക്കേടുണ്ടാക്കിക്കൊണ്ട് അതിന്റെ ഓണർ ജയിലിലേക്ക് പോകുമ്പോൾ ആ ഫീൽഡിൽ ഒന്നും അറിയാത്ത നിഷ്കളങ്കരായിട്ടുള്ള ആളുകൾ ഈ വെറുത്തു പോവുകയാണ്. ആ സിസ്റ്റത്തെ തന്നെ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്ന വ്യാജേന വന്ന മണി ചെയിൻ ആയിരുന്നു എന്നത് അവർക്ക് തിരിച്ചറിയാൻ പറ്റാതെ പോകുന്നു. ആ തരത്തിൽ ആയിരക്കണക്കിന് അനുഭവങ്ങളുള്ള മലയാളികൾ ഇന്ന് ജെനുവിൻ കമ്പനി സെലക്ട് ചെയ്യാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ്. അവർക്കിന്ന് ലോകത്ത് തിരഞ്ഞെടുക്കാവുന്ന ഏറ്റവും ജെനുവിനായ റിയൽ കമ്പനിയാണ് DXN. കാരണം ഞങ്ങൾ തന്നെ, രാജീവ് സാറായാലും സിറാജ് സാറായാലും ഹരിസ് സാറായാലും ദിലീപ് സാറായാലും ശശ സാറായാലും ഞങ്ങൾ തന്നെ ഏകദേശം 1/4 നൂറ്റാണ്ട് ഈ സിസ്റ്റത്തിലൂടെ ജീവിച്ചു. അതിന്റെ സാമ്പത്തികമായിട്ടും ആരോഗ്യപരമായിട്ടും ജീവിക്കാനുള്ള ഭാഗ്യമുണ്ട്. ഇപ്പൊ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് പറയുന്നത്, 1 നൂറ്റാണ്ടോ അതിലപ്പുറമോ നമുക്ക് ധൈര്യപൂർവ്വം റെക്കമെൻഡ് ചെയ്യാവുന്ന ഒരു വലിയ കമ്പനി, വലിയൊരു സിസ്റ്റം, അതാണ് DXN. അതിന്റെ പ്രോഡക്റ്റുകളാണ് നെറ്റ്വർക്ക് ചെയ്യുന്നത്. പ്രോഡക്റ്റ് നെറ്റ്വർക്ക് ചെയ്യുന്ന കമ്പനിയാണ് ജെനുവിൻ കമ്പനി. നമ്മൾ പ്ലാൻ ഉണ്ടാക്കിയിരിക്കുന്നത് പ്രോഡക്റ്റ് വിൽക്കാനാണ്. മണി ചെയിൻകാര് പ്ലാൻ ഉണ്ടാക്കിയിരിക്കുന്നത് പ്ലാൻ വിൽക്കാനാണ് ഒരു പ്രോഡക്റ്റ് കൊണ്ടുവരുന്നത്. നമ്മുടെ പ്രോഡക്റ്റ്, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രോഡക്റ്റ് ആണ് ഗാനോഡെർമ. ഗാനോഡെർമ എന്ന് പറയുന്ന അത്ഭുത കൂണ്. ആ അത്ഭുത കൂണ് ലോകത്ത് പല കമ്പനികൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. പക്ഷെ അത് റെയർ ക്വാളിറ്റിയിൽ, ഹൈ ക്വാളിറ്റിയിൽ, പ്രത്യേക ഒരു മാനുഫാക്ചറിങ് ടെക്നിക്കില്, നമ്മുടേത് മാത്രമായ ടെക്നിക്കില് നമ്മൾ അത് ഉണ്ടാക്കുന്നു. 3 ആഴ്ച പ്രായമായ കൂണിന്റെ റൂട്ട് പോർഷൻ അത് തണുപ്പിച്ചുണക്കി പൊടിച്ചുണ്ടാക്കുന്ന GL-ഉം, 3 മാസം പ്രായമായ കൂണിന്റെ ഫ്രൂട്ട് ബോഡി തണുപ്പിച്ചുണക്കി പൊടിച്ചുണ്ടാക്കുന്ന RG-യും. ഇതാണ് നമ്മുടെ അത്ഭുതകരമായിട്ടുള്ള പ്രോഡക്റ്റ്. ആദ്യമായിട്ട് ഞങ്ങളെല്ലാം തുടങ്ങുമ്പോൾ ഈ പ്രോഡക്റ്റ് ആയിരുന്നു ശക്തമായിട്ടുണ്ടായിരുന്നത്. അതിന്റെ അപ്പിയും മാത്രം ഉണ്ടായിരുന്നു. അപ്പോ ഈ GL എന്ന് പറയുന്നത് നമ്മുടെ ഡോക്ടർ ലിമിന്റെ ടെക്നോളജിയാണ്. ഇപ്പൊ ഗാനോഡെർമയെ മറ്റുള്ളവര് ഗാനോഡെർമ ഉണ്ട് എന്ന് പറയുമ്പോൾ അതല്ല, അതിന്റെ ഈ ഒരു രൂപത്തിൽ അത് ഉണ്ടാക്കാനും അത് റിസൾട്ടിലേക്ക് എത്തിക്കാനും കഴിയുന്ന തരത്തിൽ അത് ഉൽപ്പാദിപ്പിക്കാനായിട്ട് കഴിഞ്ഞ സയന്റിസ്റ്റാണ് ഡോക്ടർ ലിം. അതുകൊണ്ടാണ് ഇന്ന് ലക്ഷക്കണക്കിന് ആളുകള് ഇതിന്റെ അത്ഭുതങ്ങള്, ഇതിന്റെ ആ ഹീലിംഗ് കപ്പാസിറ്റി, അതിന്റെ ആ ഹീലിംഗ് പ്രോപ്പർട്ടി അവർക്ക് അനുഭവമായിട്ട് വന്നത്. എത്രയോ അത്ഭുതങ്ങൾ നമുക്ക് ക്ലെയിം ചെയ്യാൻ പാടില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഓപ്പൺ ആയിട്ട് പറയാത്തത്. നിങ്ങൾ ഓരോരുത്തരെയും, നിങ്ങളെ കൊണ്ടുവന്ന വ്യക്തികളോട് ചോദിച്ചാൽ അവർ ഓരോരുത്തരുടെ പേര് സഹിതം പറഞ്ഞു തരും. പ്രഗത്ഭരായ ഡോക്ടേഴ്സ്, പ്രശസ്തരായ പലരും റെഗുലറായിട്ട് നമ്മുടെ പ്രോഡക്റ്റ് എടുക്കുകയാണ്. വന്നു ചേർന്ന മാരകമായിട്ടുള്ള അവരുടെ അസുഖങ്ങളാണെങ്കിൽ മറ്റു മരുന്നുകളോടൊപ്പം തന്നെ അവർ കഴിച്ച് അവർക്ക് വേഗത്തിൽ അതിൽ നിന്ന് സുഖപ്പെടാനായിട്ടുള്ള അവസ്ഥ. രോഗം വരാതിരിക്കാൻ വേണ്ടി പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ, അല്ലെ? നമ്മൾ കൊടുക്കുന്നത് ഒരു ഭക്ഷണമാണ്, ഔഷധ ഭക്ഷണം. 400ഓളം അത്ഭുത ഔഷധ ഘടകങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു ഭക്ഷണമാണ് ഗാനോഡെർമ. ആ ഗാനോഡെർമ ഭക്ഷണം കൊടുത്തുകൊണ്ട് നമുക്ക് ഈ അതിശയങ്ങൾ കാണിക്കാൻ പറ്റുന്ന ഒത്തിരി സൗഖ്യങ്ങൾ നമുക്ക് ആരോഗ്യപരമായിട്ട് ഉണ്ടാക്കിയെടുക്കാനും വരാനിരിക്കുന്ന ധാരാളം വിപത്തുകൾ, ഇപ്പൊ നമുക്കറിയാം മാനവരാശി ഏറ്റവും കൂടുതൽ മരിച്ചു വീഴുന്ന ഹാർട്ട് അറ്റാക്ക് ആകട്ടെ, ക്യാൻസർ ആകട്ടെ, അത് ഗാനോഡെർമ ഉപയോഗിക്കുന്ന വ്യക്തികൾക്ക് വരില്ല എന്ന് പറഞ്ഞത് ഡോക്ടർ ലിം അല്ല, DXന്റെ പ്രവർത്തകരല്ല. ഇത് പറഞ്ഞത് ഡോക്ടർ KK ജനാർദ്ദനൻ സാർ 10 വർഷത്തോളം അമല ക്യാൻസർ റിസർച്ച് സെന്ററിൽ പഠനം നടത്തി. അദ്ദേഹത്തിന്റെ റിപ്പോർട്ട് മലയാള മനോരമയുടെ വീക്കില് വനിതയിൽ അത് പ്രസിദ്ധീകരിച്ചു. അർബുദം തടയാൻ കൂൺ, അല്ലെ, ഹൃദ്രോഗം തടയാനായിട്ട് കൂണ്. അപ്പൊ ആ തരത്തിലുള്ള ഒരു അത്ഭുത ഭക്ഷണം നമ്മുടെ കയ്യിലുണ്ട്. മാനവരാശി ഏറ്റവും കൂടുതൽ പാതി വഴിയിൽ വെച്ച് യാത്രയാകുന്ന, ഇതിനൊക്കെ നമുക്ക് പ്രിവെന്റീവായിട്ട് അതേപോലെ തന്നെ ആയുസ് നീട്ടിക്കിട്ടാനും മറ്റുമൊക്കെ ആയിട്ട് നമുക്ക് കൊടുക്കാവുന്ന ഭക്ഷണമാണ് നമ്മുടെ ഗാനോഡെർമ ഉൽപ്പന്നം. ഈ അത്ഭുത കൂണ് ചേർന്നിട്ടുള്ള ധാരാളം നല്ല ഉൽപ്പന്നങ്ങൾ നമുക്കുണ്ട്. നമുക്കറിയാം, നമ്മുടെ നിത്യജീവിതത്തിൽ ഒരു ക്യാപ്സൂളിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഉൾക്കൊള്ളാനായിട്ട് പറ്റില്ല. മറിച്ച് നമ്മുടെ നിത്യജീവിതത്തിൽ ഒരു പ്രഭാതം തുടങ്ങുന്നത് തന്നെ നമ്മൾ എഴുന്നേറ്റു, പല്ല് തേക്കുന്നു,
പല്ല് തേക്കുമ്പോൾ 10-23 തരം രാസവസ്തുക്കൾ ചേർന്ന പേസ്റ്റ് നമ്മൾ ഉപയോഗിക്കുന്നതിന് പകരം ഗ്യാനോഡർമയും മെന്തോളും ഫുഡ് ജെല്ലും അടങ്ങിയ നാച്ചുറൽ പേസ്റ്റ് ഉപയോഗിച്ച് നമ്മുടെ ഏറ്റവും വിലപിടിച്ച പല്ലിനെയും മോണയെയും പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുന്ന ഗ്യാനോഷി നമുക്കുണ്ട് പ്രോഡക്റ്റ് ആയിട്ട്. അതേപോലെ തന്നെ നമ്മൾ അത് കഴിഞ്ഞ് കുളിക്കുന്ന സമയത്ത് മണത്തിന് വേണ്ടിയും പതക്ക് വേണ്ടിയും എല്ലാം അപകടകാരിയായിട്ടുള്ള കെമിക്കൽസ് ആഡ് ചെയ്യാതെ വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഗ്യാനോഡർമ വൈറ്റമിൻ ഇ റിച്ച് ആയിട്ടുള്ള പാം ഓയിൽ അതിൽ നിന്നൊക്കെ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്യാനോഡർമ ചേർത്തിട്ടുള്ള നമ്മുടെ നല്ല ഹൈ ക്വാളിറ്റി ഹൈ ക്വാളിറ്റി നമ്മുടെ സോപ്പ് നമുക്ക് ഉൽപ്പന്നമായിട്ടുണ്ട്. അതെല്ലാം കഴിഞ്ഞ് കുളിച്ച് നമ്മൾ മേശപ്പുറത്ത് വന്നിരിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഡൈനിങ് ടേബിളിൽ ഇരിക്കുമ്പോൾ നമുക്ക് കഴിക്കാനായിട്ട് നല്ല ഡിഫറെന്റ് ടൈപ്സ് ചായകൾ, നല്ല ചായകൾ, എല്ലാത്തിലും ഗ്യാനോഡർമയുണ്ട്. അതേപോലെ തന്നെ കാപ്പി, അതിനകത്തും ഗ്യാനോഡർമയുണ്ട്. കുട്ടികൾക്കാണെങ്കിൽ ബോൺവിറ്റ, ഹോർലിക്സ്, അതൊക്കെ ഇപ്പൊ അതിന്റെ ഡേഞ്ചർ എന്തൊക്കെയാണെന്ന് ഇപ്പൊ റിപ്പോർട്ടുകൾ വരികയാണ്. ആ സമയത്ത് അവർക്ക് രസത്തോടെ കഴിക്കാൻ കൊക്കോസി പോലെയുള്ള പാനീയങ്ങൾ, കൊക്കോ, വാനില, കൂണ് ചേർന്നിട്ടുള്ള കൊക്കോസി പോലെയുള്ള പാനീയങ്ങൾ അത് കഴിച്ചാൽ കൊക്കോസിക്കകത്തെല്ലാം GL ഉണ്ട്, നമ്മുടെ ഗ്യാനോഡർമയുടെ റൂട്ട് പോർഷൻ ഉണ്ട്. അതിനകത്ത് തന്നെ പറയുന്നത് അതിനകത്ത് ഓർഗാനിക് ജെർമാനിയം എന്ന് പറയുന്ന ഘടകത്തിന് നമ്മുടെ ബ്രെയിൻ സെൽസിനെയൊക്കെ ബൂസ്റ്റ് ചെയ്യാനായിട്ട് കഴിവുണ്ട്. അതിന് മാക്സിമം നമ്മുടെ ഓർമ്മശക്തി അതേപോലെ തന്നെ ബുദ്ധിശക്തി എല്ലാം കൂടാനായിട്ട് കഴിയുന്ന ആ തരത്തിൽ നമ്മുടെ ബ്രെയിൻ ഡെവലപ്മെന്റ് സ്ട്രോങ് ആക്കാൻ പറ്റുന്ന നല്ല കൊക്കോസി പോലെയുള്ള പാനീയങ്ങൾ നമുക്ക് ഇന്ന് പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന വളരെ ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്ക് ആണ്. അപ്പൊ പ്രിവെന്റീവായിട്ട് ഉപയോഗിക്കാം. നമ്മുടെ മറ്റുള്ള ബ്രെയിൻ ഡെവലപ്മെന്റിന് മറ്റും സഹായിക്കുന്ന ഇത്തരത്തിലുള്ള പാനീയങ്ങൾ, അങ്ങനെ ഒത്തിരി പ്രോഡക്റ്റുകൾ നമുക്കുണ്ട്. അങ്ങനെ നമ്മുടെ നിത്യജീവിതത്തിൽ ഉപയോഗിക്കാവുന്ന, നമ്മൾ ഉപയോഗിക്കുന്ന ഉൽപ്പന്നങ്ങൾ, അതിനകത്ത് പലപ്പോഴും നമുക്ക് കിട്ടുന്ന ചായ അതേപോലുള്ള പദാർത്ഥങ്ങളിലൊക്കെ പലതരം മാരകമായ രാസവസ്തുക്കളാണെന്ന് നമുക്ക് അറിയാവുന്നതാണ്. ഈ ഗ്യാനോഡർമ ചെല്ലുമ്പോൾ അഥവാ അതിനകത്ത് ഉണ്ടെങ്കിൽ അതിനെ ന്യൂട്രലൈസ് ചെയ്ത് കളയാനും അതിനെ നിർവീര്യമാക്കി കളയാനും അതിനെ ഒരു ആരോഗ്യ പാനീയമാക്കി മാറ്റാനും പറ്റുന്ന ഗ്യാനോഡർമ ചേർത്തിട്ടുള്ള ഇത്തരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ നമുക്കുണ്ട്. ലോകാരോഗ്യ സംഘടന സമ്പൂർണ്ണാഹാരം എന്ന് പറയുന്ന നമ്മുടെ ഡൈനിങ് ടേബിളിൽ എന്നും വേണ്ട ഒരു പ്രോഡക്റ്റാണ് സ്പൈറുലിന. 1000 കിലോ പച്ചക്കറിയും പഴവർഗ്ഗവും കഴിക്കുന്നതിന് തുല്യമാണ് 1 കിലോ സ്പൈറുലിന എന്നാണ് വന്നിരിക്കുന്ന റിപ്പോർട്ട്. അപ്പൊ അതിനകത്ത് നമുക്ക് സ്വന്തമായി പുത്തൻ ബ്ലഡ് ഉണ്ടാകാനായിട്ട്, എല്ലാ വൈറ്റമിൻസും മിനറൽസും ലഭിക്കാനായിട്ട്, ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഫൈറ്റോസയനിൻ പോലെയുള്ള ആന്റി ഓക്സിഡന്റ് ലഭിക്കാനായിട്ട് കഴിക്കാവുന്ന നല്ല ഒരു 3 സ്പൈറുലിന നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അതിൽ പരം നന്മ നമ്മൾ നമ്മുടെ കുടുംബത്തോട് ചെയ്യാനായിട്ടില്ല. അത്തരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ, ഇത് കൂടാതെ ധാരാളം ഉൽപ്പന്നങ്ങൾ, 85 ഉൽപ്പന്നങ്ങൾ, അത് പറഞ്ഞു തീർക്കാനായിട്ട് ഈ സമയം പറ്റില്ല, ഞാൻ ചുരുക്കിയാണ്. അങ്ങനെയുള്ള അത്ഭുതങ്ങൾ കാണിക്കുന്ന ഇപ്പൊ അവസാനം വന്ന കമ്പൂച്ചയുടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം നമ്മുടെ സ്ട്രെസ് ലെവൽ വരെ കൺട്രോൾ ചെയ്യുന്നത് നമ്മുടെ സെക്കൻഡ് ബ്രെയിനായ വയറാണ്, സ്റ്റൊമക്കാണ്. ആ സ്റ്റൊമക്ക് നമ്മുടെ അപ്സെറ്റ് ആകുന്നു, കോൺസ്റ്റിപ്പേഷൻ പ്രശ്നങ്ങൾ, അത് കറക്റ്റ് അല്ലെങ്കിൽ അതിന് ഏറ്റവും മുഖ്യമായിട്ടുള്ള കാരണം നമ്മുടെ നല്ല ബാക്ടീരിയകൾ, പ്രൊബയോട്ടിക് ബാക്ടീരിയകൾ, നമ്മുടെ ഗുഡ് ബാക്ടീരിയാസ് അത് നന്നായിട്ടുണ്ടാകാൻ പറ്റുന്ന, അതിനെ ധാരാളമായിട്ട് ഉണ്ടാക്കി നമ്മുടെ ഡൈജഷൻ പ്രോപ്പറാക്കാൻ, കറക്റ്റാക്കാൻ പറ്റുന്ന കമ്പൂച്ച ഇറങ്ങിയിട്ടുണ്ട്. ലോകത്തില് കോടിക്കണക്കിന് കച്ചവടം നടക്കുന്നു. അത് ഏറ്റവും ഹൈ ക്വാളിറ്റിയിൽ DSM കൊടുക്കുകയാണ് നമ്മുടെ സെക്കൻഡ് ബ്രെയിനായ വയറിനെ പ്രൊട്ടക്ട് ചെയ്യാൻ. ആ രൂപത്തിലുള്ള ധാരാളം ആയുർവേദ പ്രോഡക്റ്റുകൾ, ഡിഫറെന്റ് കൈൻഡ്സ്, അതേപോലെ തന്നെ കഫ് സിറപ്പുകൾ, നാച്ചുറൽ ആയിട്ടുള്ള ഇങ്ങനെ ഒത്തിരി പ്രോഡക്റ്റുകൾ. ഇത് നമ്മളിവിടെ ചെയ്യുന്നത് ഇത്രയേ ഉള്ളൂ. പുത്തൻ വ്യക്തികളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഈ പ്രോഡക്റ്റ് എന്തൊക്കെയാണെന്ന് ഓരോന്ന് പഠിക്കുക. പ്രോഡക്റ്റ് ട്രെയിനിങ് പ്രോഗ്രാം നടക്കും. ആ ട്രെയിനിങ് പ്രോഗ്രാമിൽ ഓരോ പ്രോഡക്റ്റും അതിന്റെ ഗുണങ്ങളും എന്താണെന്ന് പഠിക്കുക. ഈ മഹത്തരമായ കമ്പനിയുടെ ക്രെഡിബിലിറ്റി, വിശ്വാസ്യത എന്താണെന്ന് അറിയാം, നമ്മൾ ആ കമ്പനി മനസ്സിലാക്കി അതിനകത്തേക്ക് കടന്നില്ലേ. നമ്മൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. നമ്മൾ ഈ പ്രോഡക്റ്റ് പഠിച്ചിട്ട് ആദ്യം നിങ്ങൾക്ക് നിങ്ങളുടെ സാമ്പത്തികത്തിൽ ഒതുങ്ങുന്നത് എന്താണോ ആ ഡെയിലി യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ് മേടിച്ച് ഉപയോഗിക്കുക. കഴിക്കാത്തതിനെ കുറിച്ച് നമുക്ക് മനസ്സ് തുറന്ന് സംസാരിക്കാൻ പറ്റില്ല. യൂസ് ദ പ്രോഡക്റ്റ്, ഉപയോഗിക്കുക. ഉപയോഗിച്ച ശേഷം നിങ്ങൾക്ക് ധൈര്യമായിട്ട് തൻ്റെ ഇടത്തോടു കൂടി, ഇന്ന് ലോകമേ തറവാട് എന്ന് പറയുന്ന പോലെ ഈ 180 രാജ്യത്ത് നിങ്ങൾക്ക് ഇത് ഷെയർ ചെയ്യാം. ഷെയർ ചെയ്യാം. ഓടിച്ചാടി നടക്കേണ്ട ആവശ്യമില്ല. വാട്സപ്പും ഫേസ്ബുക്കും സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുകൊണ്ട് ഷെയർ ചെയ്യുക. ഷെയർ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അതിനകത്ത് നിന്ന് ഒരു 6 തൊട്ട് 20 വരെ ഡിസ്ട്രിബ്യൂട്ടർ ആകാൻ താല്പര്യമുള്ളവരെ നമുക്ക് കിട്ടും. നമ്മളെപ്പോലെ ഇതിന്റെ ഹെൽത്തും വെൽത്തും ആഗ്രഹിക്കുന്ന ആളുകൾ ഒരു 6 തൊട്ട് 20 പേരെ റെഡിയാക്കി എടുക്കുക. ഇനി അവർക്ക് ഓരോരുത്തർക്കും ബിസിനസ് നടക്കാനായിട്ട് കുറച്ച് കസ്റ്റമേഴ്സ് വേണം. ആ കുറച്ച് കസ്റ്റമേഴ്സ്, ഒരു 10 തൊട്ട് 20 വരെ കസ്റ്റമറെയും നമ്മൾ റെഡിയാക്കി എടുക്കുക. ഒരു 10 തൊട്ട് 20 കസ്റ്റമർ ഓരോരുത്തർ. കാരണം നമ്മളെല്ലാം
ഡിസ്ട്രിബ്യൂട്ടറാണ്. ഒരു ഇന്റർനാഷണൽ കമ്പനിയുടെ 85 പ്രോഡക്റ്റുകൾ മാർക്കറ്റ് ചെയ്യുന്ന ഡിസ്ട്രിബ്യൂട്ടറാണ്. അവരെയും തയ്യാറാക്കുക. സോ ഒരു 10 തൊട്ട് 20 കസ്റ്റമറെ റെഡിയാക്കുക. നമ്മളെപ്പോലെ വരുമാനം തികയാത്തവര്, അതേപോലെ തന്നെ എക്സ്ട്രാ വരുമാനം ആഗ്രഹിക്കുന്നവര്, അതേപോലെ തന്നെ നമ്മൾ പ്രായമായി വയ്യാണ്ടായ സമയത്ത് നമുക്ക് വരുമാനം ഒഴുകി വരണമെന്ന് ആഗ്രഹിക്കുന്നവര്, നമ്മൾ ഈ ലോകത്തുനിന്ന് യാത്രയായാലും നമ്മുടെ അടുത്ത തലമുറക്ക് വരുമാനം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു 6 തൊട്ട് 20 പേരെ റെഡിയാക്കി എടുക്കുക. മിനിമം 6 പേര് അത് റെഡിയാക്കി എടുക്കുക, അവരോട് ഷെയർ ചെയ്യുക. ഇത് നമ്മൾ 2 സ്റ്റേജിൽ നിങ്ങൾ റിപ്പീറ്റ് ചെയ്യുക. എന്താ ചെയ്യേണ്ടത്? സ്റ്റേജ് 1 നമ്മൾ 6 ഡിസ്ട്രിബ്യൂട്ടർ മിനിമം കൊണ്ട് അവർക്കൊരു 10 കസ്റ്റമറും വന്നു അല്ലെ? നമ്മൾ അത് വന്നു കഴിയുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക് നമ്മൾ സ്റ്റാർ ഏജന്റ് എന്ന് പറയുന്ന പൊസിഷനിൽ നമ്മൾ 25% എത്തിച്ചേരും. അത് കഴിയുമ്പോൾ ഈ വന്നിരിക്കുന്ന 6 പേർക്ക് 6 പേര് വരുന്നു. അവരോടും പറയുക ഒരു 10 കസ്റ്റമറെങ്കിലും വേണ്ടേ? 85 പ്രോഡക്റ്റിനാകുമ്പോൾ 85 കസ്റ്റമർ വേണം. അപ്പൊ 10 വേണ്ടേ? അവര് വരുന്നു. അപ്പൊ 6 × 6 36 പേര് വന്നു. അവർക്ക് എല്ലാവർക്കും ഒരു 10 കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ DXന്റെ ഏറ്റവും ഉന്നതമായിട്ടുള്ള റാങ്ക് സ്റ്റാർ ഡയമണ്ട് എന്നുള്ള റാങ്കിലെത്തും. ആ റാങ്കിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 37% ഇൻകവും, അത് കൂടാതെ 8 പേർ നമുക്ക് 9ഓളം ഇൻകങ്ങൾ, നവരത്നങ്ങൾ പോലെ തിളങ്ങുന്ന 9ഓളം ഇൻകങ്ങൾ. അതിൽ ഇൻകത്തില് നമുക്ക് വരുമാനമുണ്ട്, പ്ലസ് നമുക്ക് അതേപോലെ തന്നെ ട്രിപ്പുകളുണ്ട്. ഇപ്പോൾ ഞങ്ങൾ എല്ലാവരും ധാരാളം രാജ്യങ്ങൾ, 10-25 കൂടുതൽ രാജ്യങ്ങൾ, അത് ഇന്തോനേഷ്യയും മലേഷ്യയും സിംഗപ്പൂരും ഇറ്റലി, മാൾട്ട, ഗ്രീസ്, ചൈന, ഹോങ്കോങ്, സ്വിറ്റ്സർലാൻഡ് അടക്കം വളരെ പാവപ്പെട്ട കുടുംബത്തിൽ ജനിച്ച ഞങ്ങൾ എല്ലാവരും തന്നെ ഇത്രയേറെ രാജ്യങ്ങൾ ഫ്രീ ആയിട്ട് കുടുംബസമേതം കാണാൻ കഴിയുന്ന ട്രിപ്പുകളുണ്ട്. അപ്പൊ ഇതെല്ലാം മേടിക്കാൻ നമ്മൾ ചെയ്യേണ്ടത് ഈ കമ്പനി എന്താണ്, എന്ത് ചെയ്യുമ്പോഴും ഏതൊരു ട്യൂഷൻ സെന്ററിൽ മകനാക്കുമ്പോൾ ആദ്യം നോക്കേണ്ടത് അവിടെ പഠിപ്പിച്ചാൽ റിസൾട്ട് ഉണ്ടോ എന്നാണ് നോക്കേണ്ടത്. അത് നല്ല സെന്റർ ആണോ അല്ലേ? നമ്മളൊരു അടുത്ത് പണം കൊണ്ടേ ഇടുമ്പോൾ നമ്മൾ എന്താണ്, അത് പൊളിയോ, കാശ് കിട്ടോ, കുറെ ലാഭം തരും, പെട്ടെന്ന് കുറെ കാശ് കിട്ടും എന്ന് പറഞ്ഞ് ഇട്ടുകൊണ്ട് കോടികൾ കളയണോ അല്ലെ? ചില്ലറ ലാഭിച്ച് നമ്മൾ നോട്ട് മുഴുവൻ കളയണം. അപ്പോൾ ക്രെഡിബിലിറ്റി നോക്കുക. ക്രെഡിബിലിറ്റി നോക്കിയാൽ ലോകത്തിന്റെ നെറുകയിൽ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ബിസിനസ്സിൽ 1ാം സ്ഥാനത്ത് DXനെ കാണാൻ പറ്റും. 2, ഈ കൊടുക്കുന്ന പ്രോഡക്റ്റ് ജനങ്ങൾക്ക് വേണ്ടതാണോ, അല്ലെങ്കിൽ കുന്നംകുളം ടൈപ്പ് നമ്മൾ പറയാറുണ്ട് അല്ലേ, ചില ഡ്യൂപ്ലിക്കേറ്റ് പ്രോഡക്റ്റുകൾ അല്ലേ? അപ്പൊ അതാണോ? കഴിച്ചവൻ വീണ്ടും വീണ്ടും ആവേശത്തോടെ ചോദിക്കുമോ? തീർച്ചയായിട്ടും ചോദിക്കും. ആ തരത്തില് നമുക്ക് വീണ്ടും വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് സെയിൽസ് നടക്കുന്ന നല്ല 85 പ്രോഡക്റ്റുകള്. ഇനി ഇത് നമുക്ക് മറ്റുള്ളവരോട് റെക്കമെൻഡ് ചെയ്യുമ്പോൾ ഭാരിച്ച സാമ്പത്തിക ബാധ്യതയുണ്ട് അല്ലെ? ചെറിയൊരു ഇൻവെസ്റ്റ്മെന്റ്, നിസ്സാര പ്രോഡക്റ്റ് എടുത്ത് അവരത് ഉപയോഗിക്കുന്നു, മറ്റുള്ളവർക്ക് കൊടുത്തുകൊണ്ട് ചെയ്യാവുന്ന ബിസിനസ്, അതിലൂടെ അത്ഭുതകരമായിട്ടുള്ള 9 വരുമാനവും. ഇതെല്ലാം നേടിക്കൊണ്ട് നമ്മുടെ ജീവിതകാലം സേഫാക്കാനും അതിനുശേഷം പല തലമുറകളിലേക്ക് പാറ്റേൺ കൈമാറുന്നത് പോലെ ഈ ഇൻകവും ആരോഗ്യവും കൈമാറാൻ പറ്റുന്ന ആ ഒറ്റമൂലിയെ വിളിക്കുന്ന പേരാണ് DXN. നമ്മൾ ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട 2ാമത്തെ ഭാഗത്തേക്ക് കിടക്കും. ഈ ഒരു ബിസിനസ്സിൽ വരുമ്പോൾ പലരും ഈ ബിസിനസ്സിലേക്ക് കടന്നു വരും, പക്ഷെ സക്സസ് ആകാറില്ല. ഈ ബിസിനസ്സിലേക്ക് എത്തിയിട്ട് എന്തുകൊണ്ട് സക്സസ് ആയില്ല എന്ന് ചോദിക്കുമ്പോൾ അവർക്ക് ഈ കാര്യങ്ങൾ, കമ്പനിയെ കുറിച്ച് പഠിച്ചു, അതേപോലെ തന്നെ പ്രോഡക്റ്റ് പഠിച്ചു, മാർക്കറ്റിംഗ് പ്ലാൻ ഇരുന്ന് പഠിച്ചു. ഇതൊക്കെ നമുക്ക് മണിക്കൂറുകൾ എടുത്ത് പഠിക്കേണ്ട കാര്യമാണ് അല്ലേ? അതെല്ലാം നമ്മൾ പഠിച്ചു. പക്ഷേ നമ്മൾ നമുക്ക് വിജയിക്കാനായിട്ട് പറ്റില്ല. എന്തുകൊണ്ടാണ്? ആ കാര്യങ്ങളാണ് നമ്മൾ ഇനിയുള്ള അരമണിക്കൂർ ചർച്ച ചെയ്യുന്നത്. വേണ്ടവർക്ക് കുറിച്ചെടുക്കുക. നമ്മൾ അതിനെ പറയുന്ന, ആ ടോപ്പിക്കിനെ പറയുന്ന പേരാണ് MLM മൈൻഡ് സെറ്റ്. എന്താണ് MLM മൈൻഡ് സെറ്റിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്? MLM മൈൻഡ് സെറ്റ്, MLM മൈൻഡ് സെറ്റില് നമ്മൾ ഒരു മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ, മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വ്യക്തിയാണെങ്കിൽ, ആദ്യമേ നമ്മൾ കാണേണ്ടത് തിങ്ക് ബിഗ്, ഡ്രീം ബിഗർ എന്നാണ് പറയുന്നത് അല്ലെ? നമ്മൾ ഉയർന്ന സ്വപ്നങ്ങളും വേണം, അതേപോലെ തന്നെ ഉയർന്ന ചിന്താഗതിയും നമുക്ക് വേണം. നമ്മളെപ്പോഴും കോട്ട് ചെയ്യാറുണ്ട് അല്ലെ, നമ്മുടെ ബഹുമാനപ്പെട്ട നമ്മുടെ പ്രസിഡന്റ് ആയിട്ടുള്ള അബ്ദുൽ കലാമിനെ കുറിച്ച് പറയുമ്പോൾ വലിയ ചിന്തകളും വലിയ സ്വപ്നങ്ങളും കൊണ്ടു നടക്കുന്നവർ മാത്രമേ രക്ഷപ്പെട്ടിട്ടുള്ളൂ അല്ലെ? കഴിഞ്ഞ ദിവസം നമ്മുടെ യൂസഫ് അലി സാഹിബ് പറഞ്ഞതുപോലെ, ഞാനൊരു ദാരിദ്ര്യം പിടിച്ച കുടുംബത്തിൽ ജനിച്ചു, ഞാനൊരു ചെറിയ കടയിൽ കച്ചവടക്കാരനായിട്ട് അവിടെ എടുത്തു കൊടുക്കാൻ സാധനങ്ങൾ മൂത്താപ്പയുടെ കടയിൽ എടുത്തു കൊടുക്കാൻ ചെന്നു. പക്ഷെ അവിടെ നിന്നുകൊണ്ട് ആ കടയിൽ നിന്ന് ഇത് കച്ചവടം ചെയ്യുമ്പോൾ എന്റെ സ്വപ്നങ്ങൾ ഇതൊന്നും അല്ലായിരുന്നു. ഞാൻ വലിയ സ്വപ്നങ്ങൾ കണ്ടു. ഈ കുഞ്ഞു കടയിൽ നിന്ന് അതൊരു സൂപ്പർ മാർക്കറ്റായിട്ട്, ഒരു മാളായിട്ട് മാറുന്ന കടകൾ. ഇന്ന് അദ്ദേഹത്തിന്റെ ഹൈപ്പർ
മാർക്കറ്റുകളാണ്. നമ്മുടെ ഇവിടെ വന്ന ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭാഗം തന്നെ, അവരുടെ വലിയൊരു പോർഷൻ തന്നെ വിലക്കെടുക്കാനായിട്ട് പറ്റിയ തരത്തിൽ ഒരു മലയാളിയെ, ഒരു നാട്ടികക്കാരനെ ആ തരത്തിൽ വിജയിപ്പിച്ചെടുത്തത്. സോ തിങ്ക് ബിഗ്, ഡ്രീം ബിഗർ. വെറുതെ ജീവിച്ചു പോകാനാണെങ്കിൽ DX ആൻഡ് മൾട്ടി ലെവൽ മാർക്കറ്റിംഗിൽ വരേണ്ട ആവശ്യമില്ല. നമുക്കെല്ലാം പല മാർഗങ്ങളുണ്ട്. സോ വലിയ സ്വപ്നങ്ങളും വലിയ ചിന്തകളും, അല്ലേ? ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം രാജീവ് സാറിന്റെ ഒരു കുടുംബത്തിന്റെ ഒരു ചിത്രം കണ്ടു. നിങ്ങളെല്ലാം കണ്ടിട്ടുണ്ടാവും. ആകെ 3 പേര്, അല്ലേ? അമ്മ, അച്ഛൻ, രാജീവ് സാറ്, അദ്ദേഹത്തിന്റെ വൈഫ് ജിഷ, അദ്ദേഹത്തിന്റെ മകള്, നിങ്ങൾക്കെല്ലാം പരിചയമുള്ള മേഘ. ഈ 3 പേര് നിൽക്കുന്നതിൽ 3 പേരും അവർ 3 കാറായിട്ട് നിൽക്കുന്നു. ഇന്ന് അവർക്ക് 3 പേർക്ക് 3 കാർ, അവർക്ക് 3 പേർക്കും അവർക്ക് സെപ്പറേറ്റ് വേണമെങ്കിൽ അവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ വീടുകൾ, സൗകര്യങ്ങൾ. ഇതിലേക്ക് ഒരു സാധാരണക്കാരനായിരുന്ന രാജീവ് സാർ എന്നും അദ്ദേഹം പറയാറുണ്ടല്ലേ, 100 രൂപയുടെ ഒരു ഷർട്ട് ഇട്ടുകൊണ്ട് ആ ഷർട്ടിനകത്ത് വേണമെങ്കിൽ 3-4 പേർക്ക് കയറാം. ആ ഷർട്ട് ഇട്ടുകൊണ്ട് DXന്റെ കിറ്റ് വിറകയോടെ വാങ്ങുന്ന, ശശസാറിൽ നിന്ന് വാങ്ങുന്ന രാജീവ് സാറിന്റെ ചിത്രം നിങ്ങളുടെയൊക്കെ മനസ്സിൽ ഉണ്ടാകുമെന്നാണ് ഞാൻ ഓർക്കുന്നത്. നമ്മുടെ ആ ചിത്രം നമ്മുടെ അകക്കണ്ണിൽ ഉണ്ടെങ്കിൽ നമ്മൾ കാണേണ്ടത് അദ്ദേഹത്തിന്റെ മനസ്സിൽ ഒരു വലിയ സ്വപ്നം ഉണ്ടായിരുന്നു, ഇങ്ങനെയൊന്നും ജീവിച്ചാൽ പോരാന്ന്. അപ്പൊ വലിയ രൂപത്തിൽ നമ്മുടെ മക്കള്, നമ്മുടെ അടുത്ത ജനറേഷൻ, നമ്മളെ സ്നേഹിക്കുന്നവര്, വിശ്വസിക്കുന്നവരെ മാറ്റിമറിക്കാൻ പറ്റണമെങ്കിൽ തിങ്ക് ബിഗ്, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, വലുതായിട്ട് നമ്മൾ ചിന്തിക്കുക, വലിയ സ്വപ്നങ്ങൾ കാണുക. ഡോണ്ട് ക്വിറ്റ് ബിഫോർ മിറാക്കിൾ ഹാപ്പൻസ്. ഒരിക്കലും ഈ പെട്ടെന്ന് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നു, നമ്മൾ ആക്ഷൻ, അല്ലെ? നമുക്ക് പലപ്പോഴും എന്താണെന്ന് വെച്ചാല് ഡ്രീം വിത്ത് ആക്ഷൻ മാത്രമേ സക്സസ് ആകുള്ളൂ. സ്വപ്നങ്ങളുണ്ട്, പക്ഷെ നമുക്ക് പ്രവർത്തനം ഇല്ലെങ്കിൽ എങ്ങും എത്താനായിട്ട് പറ്റില്ല. പക്ഷെ നമ്മൾ ഓരോ ദിവസവും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. ലോട്ടറി എടുത്തേക്കുന്ന ആളുടെ മുഖം പോലെയല്ല, ഗ്യാരണ്ടി സംഭവിക്കും. ആ മിറാക്കിൾ സംഭവിക്കുന്നത് വരെ നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക, സിസ്റ്റമാറ്റിക് ആയിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക, അല്ലെ? ഈ അറ്റോമിക് ഹാബിറ്റ്സ് എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. അറ്റോമിക് ഹാബിറ്റ്സ് എന്ന് പറഞ്ഞൊരു പുസ്തകം, അത് കിട്ടുമ്പോൾ നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ് വലിയ വലിയ വിജയങ്ങൾ ഉണ്ടാക്കുന്നത്. അല്ലാതെ ആദ്യമേ ചാടി വന്ന് എടുത്താ പൊങ്ങാത്ത പല കാര്യങ്ങളും ഞാൻ ചെയ്യും, ഇപ്പൊ തന്നെ നമ്മൾ മലമറിച്ചു കളയും, അങ്ങനെ വന്നാൽ ഒന്നും സംഭവിക്കില്ല. നമ്മളുടെ തോട് വേദന എടുക്കും, കാല് വേദന എടുക്കും, മനസ്സ് വേദന എടുക്കും, നമ്മൾ ഇട്ട് കളയും. ചെയ്യേണ്ടതാണ് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ചെയ്യുക. ഈ മിറാക്കിൾ സംഭവിച്ചിരിക്കും. കൊച്ചു കാര്യം ചെയ്താൽ ഒരു ദിവസം 2 പേജ് വായിക്കുക. ഒരു ദിവസം നമ്മൾ ഒരാളോടെങ്കിലും DXN ഫോണിലൂടെ പറയാനായിട്ട് നോക്കുക. ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും 1 മണിക്കൂർ DXന്റെ ക്ലാസ് കേൾക്കുക. കുഞ്ഞു കാര്യങ്ങൾ ചെയ്തിട്ട് വെയിറ്റ് ചെയ്യുക, അല്ലെ? എന്ത് ചെയ്ത് ക്വിറ്റ് ചെയ്യരുത്. ആ മിറാക്കിൾ സംഭവിച്ചിരിക്കും. ആ മിറാക്കിളാണ് ഞങ്ങളുടെ എല്ലാം ജീവിതത്തിൽ സംഭവിച്ചത്, നമുക്ക് ഉണ്ടായ മാറ്റങ്ങൾ, അല്ലെ? അപ്പൊ ഇവിടെ ഈ പലരും പറയാറുണ്ട്, പലപ്പോഴും ആളുകളെ രക്ഷിക്കുന്നത് അവരുടെ വിദ്യാഭ്യാസമാണ്, കുടുംബമഹിമയാണ്, സൗന്ദര്യമാണ്. ഒന്നുമല്ല. വിജയിപ്പിക്കുന്നതിൽ അതിന് വെറും 15% മാത്രമേ റോളുള്ളൂ. നമ്മുടെ എഡ്യൂക്കേഷൻ എന്നൊരു വിഷയമല്ല, അല്ലെ? വിജയിച്ചവർ, പ്രത്യേകിച്ച് ബിസിനസ് സൈഡിൽ വിജയിച്ചവര്, ബിൽഗേറ്റ്സ് പണ്ട് പറഞ്ഞതുപോലെ, എന്റെ കൂട്ടുകാരൻ നന്നായിട്ട് പഠിക്കുമായിരുന്നു, എന്റെ കൂട്ടുകാരൻ ഏറ്റവും കൂടുതൽ മാർക്ക് മേടിച്ച് അംഗീകാരത്തോടെ വന്നു, ആ ക്ലാസ്സിൽ ഒട്ടും പഠിക്കാത്തവനാണ് ഞാൻ, എന്റെ കൂട്ടുകാരന് ഒരു കമ്പനിയിൽ ലക്ഷങ്ങൾ വരുമാനമുള്ള ജോലി കിട്ടി. എന്നിട്ട് അടുത്ത വാക്ക് അദ്ദേഹം പറയുന്നത്, ആ കമ്പനിയുടെ ഓണർ ഞാനായിരുന്നു, അല്ലെ? ആ കമ്പനിയുടെ ഓണർ ഞാനായിരുന്നു. അപ്പൊ പഠിത്തമൊന്നുമല്ല എത്തിക്കുന്നത്. നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ട ഒരു സാധനമാണ് പീപ്പിൾ സ്കില്ല്. കാരണം പലപ്പോഴും ഈ നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ പരാജയപ്പെടുന്നത്, നമ്മൾ ആളുകളുമായിട്ട് നമുക്ക് പ്രവർത്തിച്ചു പോകാൻ കഴിയാത്തത്, ആ സ്കില്ല് നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നു. അതിലെ ചില പ്രധാനപ്പെട്ട സ്കില്ലുകൾ വേണ്ടവരൊന്ന് നോട്ട് ചെയ്തെടുക്കുക. ഒന്ന്, നമ്മൾ പറയുന്നത് ആക്റ്റീവ് ലിസണിങ്. എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ കേൾക്കാനായിട്ട്, ബോറടിക്കാതെയും, അല്ലെ, കോട്ടുവായി ഇടാതെയും, അതൊന്ന് കേൾക്കാനായിട്ടുള്ള ഒരു മനസ്സ്. കാര്യം മുമ്പിലിരിക്കുന്ന നമ്മൾ ഒരു കാര്യം കേൾക്കുമ്പോൾ, ഏത് കാര്യം കേൾക്കുമ്പോഴും കേൾക്കാനുള്ള ഒരു മനസ്സുണ്ടാകണം. ആക്റ്റീവ് ലിസണിങ് പീപ്പിൾ സ്കില്ലിൽ പ്രധാനമാണ്. എന്നാലേ നമുക്ക് ആളുകൾക്ക് നമ്മുടെ അടുത്ത് വരും. നമ്മൾ കേൾക്കാൻ മനസ്സില്ല, പറയാനാണ് കൂടുതൽ താല്പര്യമെങ്കിൽ നമ്മൾ കഴിഞ്ഞു. നെറ്റ്വർക്കിൽ പലർക്കും പറ്റിപ്പോയിട്ടുള്ള അബദ്ധം, അവരാരെ കൊണ്ടും പറയിക്കില്ല, അവർ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും, റേഡിയോ പോലെ. ഇപ്പൊ ഞാൻ ചെയ്യുന്നത് പോലെ. ഇങ്ങനെ ചെയ്യാൻ പാടില്ല, ഇതൊരു മീറ്റിംഗ് ആയതുകൊണ്ട് മാത്രം, അല്ലെ? ഇത്തരത്തിലുള്ള മീറ്റിംഗ് ആയതുകൊണ്ട്. സോ ആക്റ്റീവ് ലിസണിങ് പീപ്പിൾ സ്കില്ലിൽ പ്രധാനപ്പെട്ട കാര്യമാണ്. എക്സ്പ്ലെയിൻ ചെയ്യാൻ സമയമില്ല. എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ, അത് ഓരോന്നെടുത്ത് നിങ്ങൾക്ക് അത് പഠിക്കേണ്ടത് എങ്ങനെയാണെന്ന് അറിയാം, നിങ്ങൾ അത് പഠിക്കുക. രണ്ടാമത്, കമ്മ്യൂണിക്കേഷൻ. ഈ നമ്മൾ പറയുന്നത് അവർക്ക് മനസ്സിലാകണം. എടുത്താ പൊങ്ങാത്ത ഭാഷയും അടുകട്ടിയായിട്ടുള്ള വാക്കുകളും എല്ലാം നമുക്ക് വേണ്ടിടത്തൊക്കെ ഉപയോഗിക്കാം. പക്ഷേ
സാധാരണക്കാരന്റെ അടുത്തേക്ക് നമുക്ക് കടന്നു ചെല്ലണമെന്നുണ്ടെങ്കിൽ സാധാരണ ഭാഷ വേണം. നമ്മൾ പറയുന്നത് മനസ്സിലാക്കണം, അല്ലെ? നമ്മൾ പറയുന്നത് ഒരു വ്യത്യസ്ത രൂപത്തിൽ, ഇപ്പോ നമ്മളെല്ലാം അവതരിപ്പിക്കുമ്പോൾ നമുക്കെന്തോ കിട്ടാനാണ് എന്നുള്ള തരത്തിലാണ് കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചേരില്ല. ഈ ചേട്ടാ ഒരു കാപ്പി ചേട്ടൻ കുടിക്കണം, അപ്പൊ അതെന്റെ PV കയറും. അങ്ങനെ PV കയറിയാൽ ഞാൻ പട്ടിണിയിൽ നിന്ന് രക്ഷപ്പെടും. ഈ രൂപത്തിൽ കാര്യങ്ങൾ പോയാൽ ആളുകൾ അവരവരുടെ ഗുണം നോക്കിക്കൊണ്ടേ ചെയ്യുള്ളൂ. അവർക്ക് എന്ത് കിട്ടും? സോ കമ്മ്യൂണിക്കേഷൻ നമ്മൾ പഠിക്കണം. സെക്കൻഡ്, അത് പീപ്പിൾ സ്കില്ലാണ്. 3, ലീഡർഷിപ്പ്. ഒരു ഘട്ടം കഴിയുമ്പോൾ 6 പേര് ടീമിൽ വന്ന് അതിന്റെ ലീഡർഷിപ്പ് ഏറ്റെടുക്കണം. എപ്പോഴും നമ്മൾ അണികളായിട്ട് നിൽക്കും. ഈ ഇരിക്കുന്ന എന്റെ കൂട്ടുകാരെന്ന് പറയുന്നത് ഈ പറയുന്ന ആരെക്കാളും, അല്ലെ, ആരെക്കാളും മറ്റുള്ളവരൊക്കെ ഈ ഏറുപടക്കണമെങ്കിൽ ആറ്റം ബോംബുകളാണ് ഇരിക്കുന്നത്. പക്ഷെ പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യും? നമ്മളൊരു ചിറകും കീഴിൽ പോയി ഒളിച്ചിരിക്കുക. അങ്ങനെ ഇരിക്കരുത്. നിങ്ങൾ ഒരു നിശ്ചിത സമയം കഴിഞ്ഞാൽ, അല്ലെ, ഒരു സ്റ്റാർ ആയി നിങ്ങൾ ആ ലീഡർഷിപ്പ് ഏറ്റെടുക്കണം, അല്ലെ? ഒരു മീറ്റിംഗ് സ്ഥലത്തേക്ക് ചെന്നാൽ അവിടെ ആ മീറ്റിംഗ് സംഘടിപ്പിക്കാനായിട്ട് അവിടെ കസേര പിടിച്ചിടുന്നു, അവിടുത്തെ കാര്യങ്ങൾ ഓർഗനൈസ് ചെയ്യുന്നു, അവിടുത്തെ സംസാരിക്കേണ്ട വിഷയങ്ങൾ ഉണ്ടാക്കുന്നു. നമ്മൾ ആ ലീഡർഷിപ്പ് നമ്മൾ ഏറ്റെടുക്കണം. എപ്പോൾ ഏറ്റെടുക്കുന്നു അയാൾക്ക് ആ സമയത്ത് വരുമാനം തുടങ്ങും. സോ ലീഡർഷിപ്പ് ക്വാളിറ്റി പീപ്പിൾ സ്കില്ലാണ്. അടുത്തതാണ് പേഷ്യൻസ് എന്ന് പറയുന്നത്, അല്ലേ? പേഷ്യൻസ് എന്ന് പറയുന്നത് നമുക്ക് ക്ഷമ വേണം. ഈ നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം, നമ്മൾ ഈ പെട്ടെന്ന് കാശുണ്ടാക്കാൻ പോകുന്നത് ക്ഷമയില്ല, അല്ലെ? നമ്മൾ ജനിച്ചു, 10 മാസം സമയം എടുത്തു, എഴുന്നേറ്റ് നടക്കാനായിട്ട് വർഷങ്ങൾ എടുത്തു. പക്ഷെ നമുക്ക് എല്ലാ കാര്യവും പെട്ടെന്ന് നടക്കണം. പെട്ടെന്ന് വരുന്നത് പെട്ടെന്ന് പോകും. അതാണ് അതിന്റെ സത്യം. സോ പേഷ്യൻസ് വേണം. മറ്റൊന്ന് പീപ്പിൾ സ്കിൽ വരുന്നത്, ഇതൊരു ടീം വർക്കാണ്, അല്ലെ? ഒരിക്കലും ഒറ്റക്കളി കളിക്കരുത്. പണ്ട് ഇപ്പൊ നമ്മുടെ ടീം മാറി. നമ്മൾ ഒരാൾക്ക് ബോൾ കിട്ടിക്കഴിഞ്ഞാൽ ഇന്ത്യൻ ടീം ചെയ്യുന്നത് ബാക്കിൽ നിന്ന് ബോൾ കിട്ടിക്കഴിഞ്ഞാൽ അതുമായിട്ട് നമുക്ക് ഇറങ്ങി വന്ന് അവസാനം പോസ്റ്റിന്റെ മുമ്പിൽ വന്ന് പെണകാലടിച്ച് വീഴും. അവനാർക്കും പാസ് ചെയ്യില്ല. പക്ഷെ നമ്മൾ ബ്രസീൽ ഉഗ്രൻ ടീമാണ്, അർജന്റീന ഉഗ്രൻ ടീമാണ്. അവര് പോസ്റ്റിൽ വെച്ച് മെസ്സിയുടെ കയ്യിൽ ഒരു ഗോൾ കിട്ടിക്കഴിഞ്ഞാൽ മെസ്സി പോലും ഡയറക്റ്റ് അടിക്കില്ല. മെസ്സി അടിക്കുമെന്ന് ഓർക്കുമ്പോൾ നേരെ മെസ്സി അത് പാസ് ചെയ്ത് കൊടുത്തുകൊണ്ട് എവിടെയോ നിൽക്കുന്ന ഒരാൾ അടിച്ച് ഗോളാക്കും. പക്ഷെ ആളുകളുടെ മനസ്സിൽ ആ പതിയുന്നത് മെസ്സിയുടെ ചിത്രമാണ്, കയ്യടി കിട്ടുന്നത് മെസ്സിക്കാണ്. പക്ഷെ നമ്മളൊരു ടീം പ്ലെയർ ആകണം. മറ്റുള്ളവരെയും കൂടിയൊക്കെ കൂട്ടി കളിപ്പിക്കാൻ നോക്കണം. നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യാൻ നോക്കരുത്. നെറ്റ്വർക്കിൽ പരാജയപ്പെടും. ദെൻ പീപ്പിൾ സ്കില്ലിൽ അടുത്ത പോയിന്റ് ആണ് എമ്പതി എന്ന് പറയും. സിമ്പതി അല്ല വേണ്ടത്, എമ്പതിയാ വേണ്ടത്. സിമ്പതി അല്ല. സിമ്പതി കൊണ്ട് എന്ത് നടക്കാനായിട്ടാ? എമ്പതി വേണം. അവരുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കണം. എന്ത് കേൾക്കുമ്പോഴും അയാൾ ഇങ്ങനെ ആയിപ്പോലോ, ഇവനൊക്കെ ഇത്ര കേട്ടാലും മനസ്സിലാകില്ലേ, ഇത്രയും നാളായിട്ട് PV ചെയ്യൂല, ഇവിടെ നിന്നേച്ച് ഇപ്പൊ പോയി കണ്ടിട്ട് പിന്നെ വന്നു. പലതരത്തിലും നമ്മൾ വിമർശിക്കുമ്പോൾ എന്താണ് അവരുടെ ഭാഗത്ത് നിന്ന് എന്തായിരുന്നു വിഷയം, അത് കേൾക്കാതെ എന്ത് തെറ്റായിക്കോട്ടെ അവർ ചെയ്തിരിക്കുന്നു, എന്ത് അവര് പ്രോഗ്രസ് ഇല്ലെങ്കിലും അവരുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ അവർ നമ്മളോട് അടുക്കും. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രം ഒരു ടീം വർക്ക് നടക്കുള്ളൂ. സോ എമ്പതി വേണം, അല്ലെ? അവരുടെ സ്ഥാനത്ത് നിന്ന് കാണണം. ദെൻ ഫ്ലെക്സിബിലിറ്റി വേണം. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ഏതാണ്? ഫ്ലെക്സിബിലിറ്റി വേണം. ഫ്ലെക്സിബിലിറ്റി. നമ്മൾ ഈ പറഞ്ഞ പോലെ കടുംവെട്ടാകരുത്, അല്ല, അരക്കാമരത്തിനും തെങ്ങിനും ഒരേ തളപ്പിടരുത്. ചില ആളുകൾ വരുമ്പോൾ അവരോട് സംസാരിക്കുമ്പോൾ നമ്മൾ കുറച്ച് കൃത്രിമമായിട്ടൊക്കെ സംസാരിക്കേണ്ടി വരും, അല്ലേ? അവരോട് കൃത്രിമമായിട്ടൊക്കെ സംസാരിക്കും. കാര്യം അവരല്ലെങ്കിൽ ഇവര് ലോക്കൽസ് ആണ് എന്ന് പറയും. അപ്പൊ നമുക്ക് നമ്മുടെ ലീഡേഴ്സിന് അറിയാം ഈ ഗാനോഡർമയിലുള്ള 400 ഘടകങ്ങളിൽ പല ഘടകങ്ങളെ കുറിച്ച് അതിന്റെ സയന്റിഫിക് ആയ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുള്ള. പക്ഷെ ഇത് പറയാൻ നമ്മുടെ ഡോക്ടേഴ്സ് ആരാണ്? നമ്മൾ ഇന്ന് പരിചയപ്പെടുന്ന പല ഡോക്ടേഴ്സിനേക്കാൾ അവരെ പഠിപ്പിക്കാൻ കഴിയുന്ന പ്രഗത്ഭരായ അലോപ്പതി ഡോക്ടർമാരുണ്ട്. പക്ഷേ ഇവിടെ വരുന്ന ചിലപ്പോൾ കൽപ്പണിക്കാരനും മരപ്പണിക്കാരനും കൂലിപ്പണിക്കാരനും വീട്ടമ്മയും വരുമ്പോൾ അതനുസരിച്ച് തളപ്പിടണം. നമ്മൾ ഫ്ലെക്സിബിലിറ്റി വേണം, അല്ലെങ്കിൽ നമുക്ക് ടീമിനെ പിടിച്ചു നിർത്താൻ പറ്റില്ല. ദെൻ റെസ്പെക്ട്ഫുൾനെസ് എന്ന് പറയും, അല്ലേ? ഈ ബഹുമാനം കൊടുത്താലേ തിരിച്ചു കിട്ടുള്ളൂ. ഗീവ് ദ റെസ്പെക്ട് ആൻഡ് ടേക്ക് ദ റെസ്പെക്ട്. ആദ്യം നമ്മൾ കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കേണ്ടത് കസ്റ്റമറാണ്. കസ്റ്റമർ ഇസ് ദ കിങ്. അയാളില്ലെങ്കിൽ നമ്മളില്ല. ഏറ്റവും കൂടുതൽ ബഹുമാനിക്കേണ്ടത് ക്രൗൺ അംബാസഡർ അല്ല, പുത്തനായിട്ട് വരുന്ന ഡിസ്ട്രിബ്യൂട്ടറെയാണ്. അത് പരസ്പരം ആ ബഹുമാനം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ടീം ഉണ്ടാവുകയുള്ളൂ. ലാസ്റ്റ് വൺ, പ്രോബ്ലം സോൾവിങ്. ഇത്രയും കാര്യങ്ങൾ, പ്രോബ്ലം സോൾവിങ് എന്ന് പറയുന്നത് ജീവിതമാണെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാവും, അല്ലെ? ചില സമയത്ത് ചില പ്രോഡക്റ്റ് നമുക്ക് ഇഷ്ടപ്പെടാതെ വരും. ആയിക്കോട്ടെ, നമുക്ക് 85 പ്രോഡക്റ്റ് ഇല്ലേ? നമുക്ക് ബിസിനസ് ചെയ്യാൻ വേണ്ടിയുള്ള 5 പ്രോഡക്റ്റ് സെലക്ട് ചെയ്തൂടെ? ചില സമയത്ത് നമുക്ക് കാണാൻ പറ്റും, ഒരാളെ കണ്ടു, അയാൾ പറഞ്ഞു ഞാൻ 10 കൊല്ലം DXL, അല്ലെങ്കിൽ 15 കൊല്ലം DXL, എനിക്കൊന്നും കിട്ടിയില്ല. നമ്മൾ 10ാം ക്ലാസ്സിൽ 10 കൊല്ലം തോറ്റു കിടന്നിട്ടുണ്ടെങ്കിൽ +1 ആകില്ല. +2ന് നമ്മൾ 20 കൊല്ലം തോറ്റു കിടന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡിഗ്രിക്കാരനാകില്ല. ആ ടാർഗറ്റ് അച്ചീവ് ചെയ്യണം. തന്നിരിക്കുന്ന ടാർഗറ്റ് അച്ചീവ് ചെയ്യുന്നവനാണ് അവൻ പ്രീ ഡിഗ്രിക്കാരൻ, അത് ഡിഗ്രിക്കാരനായി, അവൻ MSc-കാരനായി, അവൻ പ്രൊഫഷണൽ ഗ്രാജുവേറ്റ് ആയിട്ട് മാറുന്നത്. ആ ടാർഗറ്റ് അച്ചീവ് ചെയ്യണം. കണ്ടില്ലേ? ഫുൾ A+, അല്ലേ? അത് വേണം.
അപ്പൊ ഫുൾ A+ വേണ്ട കഷ്ടപ്പാട് അവൻ ചെയ്തിട്ടില്ല. അവൻ അവിടെ തന്നെ നിൽക്കുകയാണ്, അല്ലെ? അപ്പൊ അവിടെ തന്നെ നിന്നിട്ടുണ്ടെങ്കിൽ അവന് ജീവിതത്തിലെ ഈ സിസ്റ്റം അല്ല ഒരു സിസ്റ്റത്തിലും. കൽപ്പണിക്ക് പോവുകയാണെങ്കിൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പണിയെടുത്താൽ അവൻ 1000 രൂപ കിട്ടും. അവിടെ ചെന്നിട്ട് അവൻ ഒന്നും ചെയ്യാതെ അഡ്ജസ്റ്റ്മെന്റ് ആണെങ്കിൽ ഓട്ടോമാറ്റിക് സൂപ്പർവൈസർ ആയിട്ടുള്ള വ്യക്തികൾ ഒരു ദിവസമേ പണി കൊടുക്കുള്ളൂ, പിന്നെ പണി കൊടുക്കില്ല. സോ അവന് വരുമാനം കിട്ടുന്നില്ലെങ്കിൽ അതിന് കാരണമാണ് പ്രോബ്ലം സോൾവിങ്. ലാസ്റ്റ് വൺ ഞാൻ പറഞ്ഞത് ഉണ്ടാവും. ആ വിഷയം വരട്ടെ, വരുന്ന വിഷയത്തെ നമ്മൾ അതൊരു ചലഞ്ചായിട്ട് എടുക്കുക, അല്ലാണ്ട് അതൊരു കടക്കാത്ത അല്ലെങ്കിൽ മാറാത്തതല്ല. ഇരുട്ടുണ്ടെങ്കിൽ വെളിച്ചം വരും, ദുഃഖം ഉണ്ടെങ്കിൽ സന്തോഷം വരും. അതുപോലെ സന്തോഷം ഉണ്ടെങ്കിൽ ദുഃഖം വരും, വെളിച്ചം ഉണ്ടെങ്കിൽ ഇരുട്ടും വരും. അപ്പൊ അതിനെ നമ്മൾ ആ സെൻസിൽ കാണുക, ആ പ്രോബ്ലം നമ്മൾ സോൾവ് ചെയ്യുക. അങ്ങനെയാണ് നമ്മൾ വിജയിക്കുന്നത്. നമുക്കറിയാം മറ്റൊരു കാര്യം, എല്ലാത്തിന്റെയും നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് അല്ല ജീവിത വിജയത്തിലെ മെയിൻ കാര്യം ആറ്റിറ്റ്യൂഡാണ്, നമ്മുടെ മനോഭാവമാണ്. ആറ്റിറ്റ്യൂഡ് ഡിറ്റർമിൻസ് യുവർ ആൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്നത്. നിങ്ങളുടെ മനോഭാവമാണ് നിങ്ങളുടെ കയറ്റോ ഇറക്കോ ഒക്കെ എന്ന് ചെയ്യുന്നത്. നമ്മ ഇപ്പൊ തീരുമാനിക്കണേണ് എനിക്കിനി ജിമ്മനാകാൻ പറ്റൂല, കഴിഞ്ഞു, ആകാൻ പറ്റൂല. പക്ഷെ നമ്മൾ കണ്ടിട്ടുള്ള ചില ആളുകളൊക്കെ ഇല്ലേ, ഇപ്പൊ പഴയ എന്താണ് ദേവാസുരം, പഴയ ചില പടമൊക്കെ ഉണ്ട്. പഴയ പടത്തില് എന്ത് രഞ്ജിത്ത അല്ലെ, രഞ്ജിത്ത് നായർ എന്നാണ് ആ വലിയൊരു തിരക്കഥാകൃത്ത് സംവിധാനം ഉണ്ടല്ല. ഞാൻ കഴിഞ്ഞ ദിവസം അത് ഇങ്ങനെ കാണുമ്പോ നല്ല ജിമ്മനാണ്, നല്ല പ്രായമുണ്ട്. പഴയ മോഹൻലാലിന്റെ ഹിറ്റ് പടങ്ങളൊക്കെ എഴുതിയിട്ടുള്ള അല്ലെ, പുള്ളി നല്ല ജിമ്മനാണ്. പുള്ളിയൊക്കെ ഇവരൊക്കെ ഈ 60 കഴിഞ്ഞവരൊക്കെ നല്ല ജിമ്മനായിട്ടാ. കഴിഞ്ഞ ദിവസം നോക്കുമ്പോ 90 വയസ്സുള്ള ഒരാള് ജിമ്മിൽ കിടന്ന് പ്രാക്ടീസ് ചെയ്യണേ. പുള്ളി വന്നിട്ട് ജിമ്മിൽ കിടന്ന് പ്രാക്ടീസ് ചെയ്യുന്ന വീഡിയോ കിടപ്പുണ്ട്, യൂട്യൂബിൽ എടുത്ത് നോക്കിയേ. 89 വയസ്സുണ്ട് സഭാവതി ഡോക്ടറിന്, നമ്മുടെ കൃഷ്ണ ഹോസ്പിറ്റലിന്റെ ഓണർ. അദ്ദേഹം ജിമ്മിൽ കിടന്ന് 89ാമത്തെ വയസ്സിൽ ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞ കാലം കഴിഞ്ഞു. നമ്മുടെ പ്രധാനമന്ത്രിക്ക് വരുന്ന ഓഗസ്റ്റ് സെപ്റ്റംബറിൽ 75ാമത്തെ വയസ്സാണ്. 75 വയസ്സിൽ അദ്ദേഹം വിജയിക്കുകയാണെങ്കിൽ 80 വയസ്സ് വരെ രാജ്യത്തിനെ ഈ 140 കോടി ജനങ്ങളെ നയിക്കാൻ വേണ്ടിയാണ്. നമ്മൾ പറഞ്ഞ സമയം കഴിഞ്ഞു. ദാറ്റ് ഈസ് അവർ ആറ്റിറ്റ്യൂഡ്, അല്ലെ? അത് ആ ഒരു ആറ്റിറ്റ്യൂഡ് തന്നെ DXNല് നിങ്ങൾ കരുതുന്നു ഈ വന്നിരിക്കുന്നവരൊക്കെ ഗ്രൗണ്ട് ഡയമണ്ട് ആവുള്ളൂ. അങ്ങനെ ഒന്നുമില്ല. അപ്പൊ നമ്മൾ വന്നു, അല്ലെ? ഞങ്ങളെല്ലാം വന്ന ശേഷം എത്ര കൊല്ലം കഴിഞ്ഞ് വന്നവരാണ് പലപ്പോഴും. ഇപ്പൊ രാജീവ് സാർ പറയാറില്ലേ ബീഹാറിലൊക്കെ സംഭവിച്ചത്. ഇന്നലെ വന്ന പിള്ളേരൊന്ന് 10 ലക്ഷവും 15 ലക്ഷവും 25 ലക്ഷം മേടിക്കുമ്പോൾ നമ്മൾ 1 ലക്ഷം മേടിച്ച്, അല്ലെങ്കിൽ നമ്മൾ 50,000 മേടിക്കുന്നതിന്റെ കാരണക്കാരൻ നമ്മളാണ്. വന്നതിനല്ല കാശ്, വന്നിട്ട് എന്ത് ചെയ്തു എന്നുള്ളതിനാണ് പൈസ. അപ്പോ നമ്മുടെ ആറ്റിറ്റ്യൂഡ് കറക്റ്റ് ആയിരിക്കണം. എപ്പോഴും എല്ലാം ഈ നെഗറ്റീവിനെ പെരുപ്പിച്ച് കാണുക, അല്ലെ? നമ്മളെക്കാളും വലുതായിട്ട് നമ്മുടെ പ്രോബ്ലത്തെ കണ്ടാൽ നമ്മൾ നശിച്ചു. നമ്മളെക്കാളും ചെറുതായിരിക്കണം എപ്പോഴും പ്രോബ്ലം. നമ്മളെക്കാളും വലുതായിട്ട് കാണുമ്പോഴാണ് ആത്മഹത്യ ചെയ്ത് കളയും. സോ നമ്മുടെ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഇതൊക്കെ ഉണ്ടാകും, അല്ലേ? ഏത് വർക്കിലും ഉണ്ടാകും. നമ്മൾ അതിൽ നന്മ കണ്ടെത്തുക, ആ നന്മനെ യൂട്ടിലൈസ് ചെയ്ത് 9 അത്ഭുതകരമായ വരുമാനം നേടിയെടുക്കുക. ആ നന്മനെ യൂട്ടിലൈസ് ചെയ്യുക, അത് ചെയ്യുക. ദെൻ നമ്മൾ കാണേണ്ടത് വലിയൊരു സയൻസ് ആണ്. പദാർത്ഥങ്ങൾക്ക് പണ്ട് പറയുന്നത് 4 അവസ്ഥ എന്ന് പറയും, അല്ലെ? ഇപ്പൊ പറയുന്നത് 7 അവസ്ഥയാണ് പദാർത്ഥങ്ങളെ കുറിച്ച് പഠിക്കുമ്പോൾ പറയുന്നത്. 7 സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ. പദാർത്ഥങ്ങളുടെ 1ാമത്തെ അവസ്ഥ ഖരാവസ്ഥ, 2ാമത്തെ അവസ്ഥ ദ്രാവകാവസ്ഥ, 3ാമത്തെ അവസ്ഥ എന്ന് പറയുന്നത് വാതകാവസ്ഥ, 4ാമത്തെ അവസ്ഥ സൂര്യന് ചുറ്റുമുള്ള അവസ്ഥ പ്ലാസ്മ, 5ാമത്തെ അവസ്ഥ പറയുന്നത് ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് എന്ന് പറയും BEC. അടുത്ത അവസ്ഥനെ പറയുന്നത് ബീം എന്നാണ് പറയുന്നത്. അവസാനത്തെ അവസ്ഥനെ പറയുന്നത് തോട്ട് എന്നാണ്. ഇത് പഠിക്കണ്ട കേട്ടാ. 1ാമത്തെ അവസ്ഥയും ലാസ്റ്റ് അവസ്ഥയും നോക്കുക. 1ാമത്തെ അവസ്ഥ സോളിഡ് ഖരം, അവസാനത്തെ അവസ്ഥ തോട്ട് എന്ന് പറയുന്നത് ചിന്ത. ചിന്ത എന്ന് പറഞ്ഞാൽ എനർജിയാണ്, അല്ലെ? നമ്മളിപ്പോ കണ്ടില്ലേ, നമ്മൾ ചിന്തിക്കുന്നതിനനുസരിച്ച് വണ്ടി ഓടും. നമ്മൾ വണ്ടി തെക്കോട്ട് തിരിയട്ടെ എന്ന് വെച്ചാൽ കണ്ടു കഴിഞ്ഞു. ഇലോൺ മസ്ക് ഒക്കെ അങ്ങനത്തെ കാറ് ഇറക്കി കഴിഞ്ഞു. നമ്മൾ ലെഫ്റ്റ് തിരിയട്ടെ എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് തിരിയും, നിൽക്കട്ടെ എന്ന് പറഞ്ഞാൽ നിൽക്കും. അതിന്റെ അർത്ഥം തോട്ട് എനർജിയാണ്. എന്ത് ചിന്തിക്കുന്നോ അത് ഒന്നാമനായിടും, 7ാമനായിടും. സോളിഡ് നമ്മള് എന്തായിട്ട് മാറുന്നു? ചിന്തകളായിട്ട് മാറും. അങ്ങനെയാണ് ചിന്തകൾ ആരായിട്ട് മാറും? നമ്മളായിട്ട് മാറും. നമ്മൾ എന്ത് ചിന്തിക്കുന്നു അതായിട്ട് മാറും. എനിക്ക് കഴിവില്ല എന്ന് 10 വട്ടം പറഞ്ഞാൽ കഴിവില്ല. ഞാനിതിൽ രക്ഷപ്പെടില്ല എന്ന് 10 വട്ടം പറഞ്ഞാൽ രക്ഷപ്പെടില്ല. എനിക്ക് 19ാം തീയതി ആരെയും പങ്കെടുപ്പിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞാൽ പങ്കെടുപ്പിക്കാൻ പറ്റൂല, അല്ലേ? നമ്മൾ തന്നെ പറഞ്ഞു ഞാൻ മണ്ടനാണെന്ന് പറഞ്ഞാലും നമ്മൾ മണ്ടനായി. നമ്മൾ തന്നെ 10 ദിവസം കണ്ണാടി നോക്കി പറഞ്ഞേ തോട്ട് ഞാൻ ബുദ്ധിമാനാണ്, ഞാൻ ബ്രൈറ്റ് ആണ്, ഞാൻ നമ്പർ 1 ആണ്, അല്ലേ എന്ന് പറഞ്ഞു നോക്കിയേ, മാറിപ്പോകും. കാരണം എന്താണെന്നറിയാമോ? അതാണ് നമ്മളുടെ സയൻസ്. അത് തന്നെയാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞത്, E=mc². എനർജി മാസ്സായിട്ട് മാറും. അങ്ങനെയാണെങ്കിൽ മാസ് എന്തായിട്ട് മാറും? ഊർജമായിട്ട് മാറും. നമ്മുടെ ചിന്തകൾ നമ്മളായിട്ട് മാറും. അതുകൊണ്ട്
എന്തെങ്കിലുമൊക്കെ ചിന്തിക്കുമ്പോൾ ശ്രദ്ധിക്കുക, അത് നമ്മളായിട്ട് മാറും അല്ലേ. എന്നിട്ടേ ചിന്തിക്കാൻ പാടുള്ളൂ നെഗറ്റീവായിട്ട്. ചേഞ്ച് ദ സ്ട്രാറ്റജി നോട്ട് ദ ഗോൾ എന്ന് പറയുന്നത്. നമ്മൾ രക്ഷപ്പെടുന്നില്ലെങ്കിൽ ലക്ഷ്യം വലിച്ചെറിയല്ലേ. നമ്മൾ ലക്ഷ്യമിട്ടു, ലക്ഷ്യമിട്ടേക്കണ എന്താണ്? ഇപ്പൊ പണ്ട് സിറാജ് സാർ പറയും എനിക്ക് ഇംഗ്ലീഷ് പഠിക്കണം, ഹിന്ദി പഠിക്കണം എന്ന് പറയും. അപ്പൊ ആ പുള്ളി ആ ലക്ഷ്യത്തിൽ പോണേണ് അല്ലെ. പുള്ളി പറയും പണ്ട് കഥകൾ പറയും. അപ്പൊ അങ്ങനെ പറയുമ്പോ ആ ലക്ഷ്യം ലാംഗ്വേജ് പഠിക്കുക. അപ്പൊ ലാംഗ്വേജ് പഠിക്കാൻ പറ്റുന്നില്ല. അപ്പൊ നമ്മൾ എന്താണ്, നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന രീതി തെറ്റാണ് അല്ലെ. ഇപ്പൊ ഞാൻ ലാംഗ്വേജിൽ എക്സ്പെർട്ട് അല്ല, വളരെ ഭംഗിയായിട്ട് പല ഭാഷകൾ രാജീവ് സാർ സംസാരിക്കും, സിറാജ് സാർ സംസാരിക്കും. കാര്യം എന്താണ്, അവർ ആ സ്ട്രാറ്റജി മാറ്റി പിടിക്കും. അപ്പൊ ഇതിന്റെ സ്ട്രാറ്റജി നമ്മൾ പഠിച്ചവനോട് ചോദിക്കണം, ഇനി ഏത് സ്ട്രാറ്റജിയാണ് നല്ലത് അല്ലെ. ഇങ്ങനെ ഓരോ മേഖലയിൽ വിജയിക്കുന്നവരോട് അല്ലെ. ഇപ്പൊ പഠിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ നിനക്ക് ഫുൾ A+ കിട്ടിയത് നീ എങ്ങനെയാ പഠിക്കുന്നത്, ആ സ്ട്രാറ്റജിയാണ് മാറ്റേണ്ടത്. നമ്മൾ അതിന് പറയുന്നത് ഗോള് തന്നെ എടുത്തു കളയും. വേണ്ട, ഞാൻ പഠിക്കാൻ കൊള്ളൂല, ഞാൻ DXന് പറ്റിയ ആളല്ല, ഞാൻ ഡയമണ്ട് ആകില്ല. അപ്പൊ നമ്മുടെ ലക്ഷ്യത്തെ അല്ല, നിങ്ങൾ എന്തൊക്കെ സ്വപ്നം കണ്ടിട്ടുണ്ടോ ആ സ്വപ്നത്തെ മുറുകെ പിടിക്കുക, ആ ഗോളിനെ മുറുകെ പിടിക്കുക. എന്നിട്ട് ഗോള് കളയരുത്. അത് നമ്മൾ ഈ ഒറ്റ ജീവനേ ഉള്ളൂ. പിന്നെ പറയുന്നു ഒരു ജന്മമുള്ളൂ, നമ്മൾ വെറുതെ അടുത്ത ജന്മം പറഞ്ഞിട്ട് നടന്നിട്ട് കാര്യമില്ല. അതിലേക്കുള്ള നമ്മുടെ രീതികൾ നമ്മൾ മാറ്റുക. ഏതാണ് വിജയിക്കേണ്ട രീതി? പഠിച്ചവരോട് ചോദിക്കും. നമ്മൾ പഠിക്കേണ്ട പാഠം, ഈ നമ്മുടെ മനസ്സാണ് എല്ലാത്തിന്റെയും പിന്നിൽ കളിക്കുന്നത്. 85% രോഗങ്ങളും സൈക്കോസോമാറ്റിക് ഡിസീസസ് ആണ്, മനോജന്യ ശാരീരിക രോഗങ്ങളാണ്. പലപ്പോഴും പറയാറില്ലേ, പച്ചവെള്ളം എടുത്ത് കൈ കൊടുത്തിട്ടുണ്ടെങ്കിൽ കുടിച്ചാല് രോഗം മാറും. ആ കൊടുക്കുന്നവന്റെ ആ ഒരു പവർ, അത് ആ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് സ്ട്രോങ് ആണെങ്കിൽ നമുക്ക് പലതും ചെയ്യാൻ പറ്റും. ശരിക്കും മഞ്ഞുമല കാണുമ്പോൾ അതിന്റെ പുറത്ത് കാണുന്ന ചെറിയ മലയാണ്, ആ പുറത്ത് കടലിന്റെ മുകളിൽ കാണുന്ന ആ ചെറിയ മലയാണ് കോൺഷ്യസ് മൈൻഡ്, നമ്മുടെ ബോധ മനസ്സ്. അതിലാണ് നമ്മ ഇപ്പൊ വർത്താനം പറയുന്നതും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതും നമ്മൾ പലതും ചെയ്യുന്നതും. പക്ഷേ നമ്മുടെ 90% കാര്യങ്ങൾ നടക്കുന്നത് ഉപബോധ മനസ്സിലാണ്. ഉപബോധ മനസ്സൊരു പൊട്ടനാണ്. അതിനോട് വല്ലാതെ നമ്മൾ എന്തെങ്കിലും കാര്യമൊക്കെ പിറുപിറുത്ത്, അല്ലെങ്കിൽ എപ്പോഴും നിരന്തരം പറഞ്ഞു, അല്ലെങ്കിൽ വേണ്ടാത്ത കാര്യങ്ങൾ മാത്രം കണ്ടു, വേണ്ടാത്തത് മാത്രം ചിന്തിച്ചാൽ ഇവന് ശരിയും തെറ്റും തിരിച്ചറിയാൻ പാടില്ല, നേരെ അതിൽ ചെന്ന് വീഴും. അത് കണ്ടില്ലേ, നമ്മൾ ഈ മെന്റലിസം പ്രോഗ്രാം ചെയ്യുമ്പോൾ നിങ്ങൾ വീഡിയോ എടുത്ത് നോക്കിയാൽ കാണാം. മെന്റലിസം പ്രോഗ്രാം ചെയ്യുമ്പോൾ ഓരോ ആളുകളെ പിടിച്ചുകൊണ്ടു നിർത്തും. വലിയ ആളുകളാണ്, വലിയ ഉദ്യോഗസ്ഥന്മാരൊക്കെ പിടിച്ചിരുത്തിയിട്ട് വെറും 10ാം ക്ലാസ് വരെ പഠിച്ച് മെന്റലിസം പഠിച്ചിട്ടുള്ള കൊച്ചിങ്ങ അവനെ ചവിട്ടി പറയും, നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്ന ചേച്ചി മഞ്ജു വാര്യരാണ്, ഞാൻ കണ്ണു തുറക്കാൻ പറയും. തുറക്കുമ്പോ അവര് മഞ്ജു വാര്യർ വന്നേക്കണ്, അയ്യോ എനിക്കൊരു ഫോട്ടോ എടുക്കണം. അത് കഴിഞ്ഞിട്ട് തെണ്ടുൽക്കറാണ്. അതായത് നമ്മുടെ തലച്ചോറ് എന്ന് പറഞ്ഞാൽ എളുപ്പം അതിലേക്ക്, അതായത് നമ്മൾ ഉദ്ദേശിക്കുന്ന നമ്മുടെ ഉപബോധ മനസ്സിലേക്ക് അതൊന്നും അറിയാൻ പാടില്ല. വേണ്ടാത്തതൊക്കെ ഇട്ടുകൊടുത്താൽ അത് അതേപടി വിശ്വസിക്കും. വെറുതെ കയറി നമ്മൾ പറയരുത് ഇതൊന്നും നടക്കില്ല, കഥ കഴിഞ്ഞു. അത് പെറുപെറുക്കുക, റിപ്പീറ്റും ചെയ്താൽ തീർന്നു അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? എപ്പോഴും വിഷ്വലൈസ് ചെയ്യാന്ന് പറയണം, കാണുക. അതാണ് ഈ 19-ാം തീയതി വാ എന്ന് പറയുന്നത്. അവിടെ വിജയിച്ച് അവിടെ കിടന്ന് തുള്ളിച്ചാടുന്നവര്, ആ വന്നുയർന്ന ആ 2000 പേരുടെ ആ കാഴ്ചകള്, അവരുടെ ഡ്രസ്സുകള്, അവരുടെ ആ എന്താണ് ജസ്റ്റർ, അവരുടെ ആ ഇതിനോടുള്ള അവരുടെ ആവേശം, ഇത് വിഷ്വലൈസ് ചെയ്താൽ നമ്മുടെ ഈ പൊട്ടനായ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ഇത് ചെന്ന് വീഴും. അത് വീണാൽ നടന്നു, അതെന്ത് വീണാലും നടന്നു അല്ലെ. ഞാൻ ചെയ്തൊരു ടെക്നിക്ക് പറയണേണ്. എന്റെ എല്ലാ ബുക്കിലും ഞാൻ എഴുതി വെച്ചു അഡ്വക്കേറ്റ് ബിനീഷ് BA LLB അല്ലെ. നേരത്തെ BSc കഴിഞ്ഞതാണ്, ഞാൻ BSc കഴിഞ്ഞാണ്, BDN കഴിഞ്ഞതാണ്. അപ്പോൾ ഞാൻ എഴുതി വെക്കുക, എന്റെ ബുക്കിൽ മുഴുവൻ എഴുതി വെച്ചത് എന്താന്ന് പറയുമ്പോൾ ഒരു ടെക്നിക്ക്, എല്ലാ ബുക്കിലും ഞാൻ ചേർന്നിട്ടേ ഉള്ളൂ. 2012 ഞാൻ അഡ്മിഷൻ എടുത്ത ആളാണ്. ചേർന്ന എല്ലാ ബുക്കിലും എഴുതി വെക്കും അഡ്വക്കേറ്റ് ബിനീഷ് കുമാർ BSc BDN BA LLB എല്ലായിടത്തും. അപ്പൊ എന്നോട് വീട്ടുകാർ ചോദിക്കും, വട്ടാണല്ലേ, ഇതൊന്നും ജന്മത്ത് കിട്ടൂല, എന്ന് BA എടുക്കാൻ, എന്ന് LLB എടുക്കാൻ ഈ വയസ്സാം കാലത്താന്ന് ചോദിച്ചു അല്ലെ. പക്ഷെ ഞാൻ എല്ലാ ബുക്കിലും എല്ലായിടത്തും എഴുതി വെച്ചു. എല്ലാരും കളിയാ. പക്ഷെ ഇതെന്താണ്, ദിവസവും കണ്ടിട്ടിരിക്കുമ്പോൾ വിഷ്വലൈസ് ചെയ്യുമ്പോൾ നമ്മളതായി എന്നുള്ള അല്ലെ ആ ചിത്രം, അത് തീർച്ചയായിട്ടും സംഭവിച്ചിരിക്കും. നിങ്ങൾ അതൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കിയോ. ഓട്ടോ സജഷൻ ദിവസവും പറയണം കണ്ണാടിയിൽ നോക്കി, ഞാൻ ക്രൗൺ ഡയമണ്ട് ആയി അല്ലെ, എന്റെ ടീം സ്ട്രോങ് ആയി, ഞാൻ ക്രൗൺ അംബാസിഡർ ആയി. നമ്മൾ അത് പറയണം. ഇടക്ക് വെച്ച് നമ്മൾ ഇതൊക്കെ വിഡിത്തമാണ്, പൊട്ടത്തരം എന്ന് പറയും. ഏറ്റവും വലിയ പൊട്ടൻ നമ്മുടെ ഉള്ളിലിരിക്കുന്നുണ്ട്. അവനാണ് നമ്മുടെ ഹാർട്ടിനെ നിയന്ത്രിക്കുന്നത്, അവനാണ് നമ്മുടെ ലങ്സിനെ നിയന്ത്രിക്കുന്നത്, അവനാണ് നമ്മുടെ 85% കാര്യങ്ങളെ നിയന്ത്രിക്കുന്നത്. അവൻ പൊട്ടനാണ്. ആ പൊട്ടനോട് നമ്മൾ കണ്ണാടിയിൽ നോക്കി പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ, റിപ്പീറ്റ് ചെയ്തില്ലെങ്കിൽ ഈ ബുദ്ധിപൂർവ്വം ചെയ്യുന്ന ഒരു കാര്യവും നടക്കില്ല.
റിപ്പീറ്റേഷൻ. എന്താണോ നമ്മൾ നിരന്തരം പറയുന്നത് അത് അവൻ കേട്ടിരിക്കും, അതേ സംഭവിക്കുകയുള്ളൂ അല്ലെ? നമുക്ക് അവസാനമായിട്ട് എന്തിനാണ് നമ്മൾ മൾട്ടി ലെവൽ മാർക്കറ്റിംഗിൽ വന്നേക്കുന്നത്? അതിന്റെ അഡ്വാൻറ്റേജ് എന്താണ്? എല്ലാവരും ചോദിക്കാറുണ്ട്. എനിക്ക് ജീവിക്കാനായിട്ട് ഒത്തിരി മാർഗങ്ങൾ അറിയാം, എനിക്ക് സ്വന്തമായിട്ട് ബിസിനസ് ഉണ്ട്, എനിക്ക് സ്വന്തമായിട്ട് ജോലിയുണ്ട്, എനിക്ക് സാമ്പത്തിക പ്രശ്നങ്ങളില്ല, ഞാൻ എന്തിനു ചെയ്യണം? MLM വരുന്നത് മണി ചെയിനിലല്ലോ. അതിനെ പലരും തെറ്റിദ്ധരിക്കുക, അതൊക്കെ മണി ചെയിൻ ആണ് അല്ലേ? ഒരു കമ്പനി അവരുടെ പേര് ചോദിക്കുമ്പോൾ പറയണ കണ്ടിട്ടില്ലേ? ഞങ്ങളുടെ പഴയ പേര് എന്ന് പറയുന്നത് RMP, അത് കഴിഞ്ഞപ്പോ ഞങ്ങൾ ഇട്ട പേര് എന്ന് പറയുന്നത് മൈ ലൈഫ്, ഇപ്പൊ ഞങ്ങളുടെ പ്രോഡക്റ്റ് കൊടുക്കുന്നത് എലമെന്റ്സ്. അപ്പൊ ആക്ച്വലി നിങ്ങൾ ആരാണ്? ആക്ച്വലി ഞങ്ങൾ ആരാണെന്ന് ഞങ്ങൾക്കറിയില്ല. ഒറിജിനൽ ഞങ്ങൾ ആരാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഞങ്ങൾ ആരാണെന്ന് അല്ലെ? പണ്ട് ഒരാൾ പറഞ്ഞ പോലെ. അപ്പൊ അതുകൊണ്ട് അവർ പറയില്ല, കാര്യം പറയാൻ പറ്റില്ല അവർക്കത്. പക്ഷെ നമ്മളെപ്പോഴും പറയുമ്പോൾ എന്താണ്? DXN. ഞാൻ DXN കാരനാണ്, DXN ഉൽപ്പന്നം കഴിക്കുന്ന ആളാണ്, DXന്റെ പ്രവർത്തനം. നമുക്ക് ഒറ്റ പേരേ ഉള്ളൂ അല്ലെ? ബി യുവർ ഓൺ ബോസ്. അതാണ് നമ്മൾ MLM ചെയ്യുന്നത്. ജെന്യൂൻ MLM ചെയ്യുമ്പോൾ നമ്മുടെ ബോസ് നമ്മൾ തന്നെയാണ്. ആരും നമ്മളെ മൂപ്പിലാന്മാരാരുമില്ല. ഇപ്പൊ നമ്മുടെ കമ്പനിയിൽ തന്നെ സ്റ്റാഫായിട്ട് വർക്ക് ചെയ്യുന്നവരും അവർ ഓരോരുത്തരും നോക്കിക്കേ, അവർ 24 മണിക്കൂറും പണിയാണ്. ഞായറാഴ്ച വീട്ടിൽ വന്നിരുന്ന പണിയാണ്. കാരണം അവർക്ക് ബോസ് ഉണ്ട്, നമുക്ക് ബോസ് ഇല്ല. ആ ഫ്രീഡം നമുക്ക് നെറ്റ്വർക്ക് മാർക്കറ്റിംഗിലേക്ക് കിട്ടുകയുള്ളൂ. ഫ്ലെക്സിബിൾ വർക്ക് ഷെഡ്യൂൾ ഇഷ്ടം പോലെ ചെയ്യാൻ. ഇപ്പൊ എനിക്ക് നേരിട്ട് കാണാം പുരുഷോത്തമൻ സാറിന്. സാർ എഞ്ചിനീയർ ആണ്, സിവിൽ എഞ്ചിനീയർ ആണ്, കോൺട്രാക്ടർ ആണ്. പക്ഷെ സാറിന്റെ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് വർക്കും ഇതുമായിട്ട് സാറിന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. കാരണം ഫ്ലെക്സിബിൾ വർക്കാണ്. നമുക്ക് എപ്പോൾ ചെയ്യണമെന്ന് നമുക്ക് തീരുമാനിക്കാം. ലോ കോസ്റ്റ്, ലോ റിസ്ക്, വളരെ ചെറിയ ചെലവ് മാത്രമേ ഉള്ളൂ. DXന്റെ ഒരു ചായ, ഒരു പേസ്റ്റ്, ഒരു സോപ്പൊക്കെ മേടിച്ചു വെക്കുക അല്ലെ? ഒരു ലെമോൺഷി മാത്രം മേടിച്ചു വെച്ചിട്ട് അതിന്റെ ഒരു ലെമോൺഷിയുടെ പാക്കറ്റ് പൊട്ടിച്ചിട്ട് 2 ഐസ് ക്യൂബ് ഇട്ടിട്ട് ചൂടത്ത് വേർത്ത് കയറി വരുന്ന നമ്മുടെ കൂട്ടുകാരനൊന്ന് കൊടുത്ത് ഒരു ജോയിനിങ് ഉറപ്പായി. ഇത് കൊടുക്കാതെ നമ്മൾ അത്ഭുതങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നാൽ അവരുടെ മനസ്സ് അംഗീകരിക്കില്ല. പക്ഷെ ഇത് ഉള്ളിലേക്ക് ചെന്ന് കഴിയുമ്പോൾ മനസ്സിലേക്ക് ചെല്ലും, അവരുടെ ഉള്ളിന്റെ ഉള്ളിലേക്ക് ഇത് കടന്നു ചെല്ലും, അവരപ്പ ഡിസ്ട്രിബ്യൂട്ടർ ആകും. സോ നമ്മൾ അതിനു വേണ്ടിയുള്ള ചെറിയ ചെലവ് മാത്രമേ ഉള്ളൂ. പിന്നെ എന്തുണ്ട്? നമുക്ക് നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ ട്രെയിനിങ് ഉണ്ട് അല്ലെ? സപ്പോർട്ട് ഉണ്ട് അല്ലെ? നമ്മൾ ഓരോ മീറ്റിംഗിലും കേൾക്കുമ്പോൾ നമുക്കൊന്നുമല്ല എന്ന് തോന്നുന്നു അല്ലെ? നമ്മൾ ഓരോന്നും ഓരോ ഗുരുക്കന്മാരിൽ നിന്ന് പഠിച്ചതാണ്, അല്ലാണ്ട് സ്വയം പഠിച്ചതല്ല. ഇതിന്റെ ട്രെയിനിങ്ങുകൾ നമുക്ക് കിട്ടുന്ന ഓരോരുത്തർ, അതിവിടെ മാത്രമല്ല നമ്മുടെ ജീവിതത്തിൽ എല്ലാ മേഖലയിലും ഉപയോഗിക്കാവുന്ന ട്രെയിനിങ് MLM-ത്തിൽ കിട്ടും. എവരിവൺ ക്യാൻ ഡു ഇറ്റ്, നോ ഫോർമൽ ക്വാളിഫിക്കേഷൻസ്. ഏത് തൊഴിൽ ചെയ്യണമെങ്കിലും ക്വാളിഫിക്കേഷൻ. പൈലറ്റ് ആണെങ്കിൽ പൈലറ്റ് പണി പഠിക്കണം, വക്കീലാണെങ്കിൽ LLB വേണം, ഡോക്ടർ ആണെങ്കിൽ MBBS വേണം, എഞ്ചിനീയർ ആണെങ്കിൽ BTech വേണം. MLM കാരനാകാനായിട്ട് ഒന്നും വേണ്ട അല്ലേ? ഒന്നും വേണ്ട നമുക്ക് അല്ലേ? ഇങ്ങനെയുള്ള ഒരു സംഭവം വേണ്ട. നമുക്ക് അതിന്റെ താല്പര്യവും അതിൽ വിജയിക്കുക എന്നുള്ളൊരു പ്രവർത്തിക്കാനായിട്ടുള്ള മനസ്സ് മാത്രം മതി. മൾട്ടി ലെവൽ മാർക്കറ്റിംഗിന്റെ മറ്റൊരു അത്ഭുതം സോഷ്യൽ കോണ്ടാക്ട്, പേഴ്സണൽ റിക്കഗ്നേഷൻ നിങ്ങൾക്ക് ഈ 19-ാം തീയതി കാണാം അല്ലേ? ഇപ്പൊ 5500 പോയിന്റ് 16-ാം തീയതിക്ക് മുമ്പ് ചെയ്യുന്നവരെ വേദിയിൽ കയറ്റി അഭിനമോദിക്കാം. കാരണം ഈ വേദിയിൽ റാങ്ക് മാറാത്തത് കൊണ്ട് കയറാതെ വിഷമിക്കുന്ന ധാരാളം പേരുണ്ട്. റാങ്ക് മാറാൻ പറ്റി, അവർക്കൊന്നും അച്ചീവ് ചെയ്യാൻ പറ്റിയില്ല. നിങ്ങൾ ഈ 16-ാം തീയതിക്കുള്ളിൽ നിങ്ങളുടെ സ്വന്തം കോഡിൽ ഒരു 5500 പോയിന്റ് ചെയ്തോളൂ. നിങ്ങൾക്കും ഈ 2000 പേരുടെ 4000 കൈകടികൾ ഏറ്റുവാങ്ങാൻ പറ്റും. സോ പേഴ്സണൽ റിക്കഗ്നേഷൻ കിട്ടും. സോഷ്യൽ കോണ്ടാക്ട്, എവിടെ ചെന്നാലും നമുക്ക് ആളുണ്ട്. ഞാൻ എന്നും എന്റെ വീട്ടിൽ പറയാറുണ്ട്, കണ്ണൂർ വെച്ച് എന്റെ പേഴ്സ് നഷ്ടപ്പെട്ടാലും എനിക്ക് വീട്ടിലെത്താൻ പറ്റും. കാര്യം നമുക്ക് അവിടെയുള്ള ഒരു പ്രവർത്തകനെ സ്റ്റോക്കിസ്റ്റിനെ വിളിച്ച് പറഞ്ഞാൽ മതി. തിരുവനന്തപുരത്ത് വെച്ച് പേഴ്സ് നഷ്ടപ്പെട്ടാലും വീട്ടിൽ സുഖമായിട്ട് എത്താൻ പറ്റും. നമുക്ക് മാത്രമല്ല, നമ്മുടെ മക്കളുടെ എന്തെങ്കിലും ബുദ്ധിമുട്ട് ഒരിടത്ത് വെച്ച് വന്നു, ബാംഗ്ലൂർ വെച്ച് സംഭവിച്ചു, നമ്മൾ അവിടുത്തെ സ്റ്റോക്കിസ്റ്റിനെ വിളിച്ച് പറയാം, സാർ എന്റെ പേര് ഇന്നതാണ്, ഞാൻ DXL ഇന്ന പൊസിഷനിൽ വർക്ക് ചെയ്യുന്നു, എന്റെ മകൻ അവിടെ വിഷമിക്കുന്നുണ്ട്, ഒരു 1000 രൂപ കൊടുക്കും. അപ്പൊ കൊടുക്കും. ഈ ലോകത്തെവിടെ, ഞാൻ പറഞ്ഞ അങ്ങനെ മേടിക്കാനല്ല പറഞ്ഞത്, അതായത് ബന്ധങ്ങൾ ലോകം മുഴുവൻ, സോഷ്യൽ കോണ്ടാക്ട്, അത് ജെന്യൂൻ കമ്പനിയിലേ കിട്ടുള്ളൂ. ഇതേപോലെയുള്ള ഇന്റർനാഷണൽ കമ്പനിയിലേ കിട്ടുള്ളൂ. ആൻഡ് അഡീഷണൽ ഇൻകം റിലേറ്റഡ് ഡയറക്ട്ലി ദ എഫർട്ട് ഇൻവെസ്റ്റഡ്. നമ്മൾ എന്ത് സമയം മുടക്കിയോ അതനുസരിച്ചുള്ള കാശ് കിട്ടും. നമ്മൾ ഒന്നും മുടക്കാതെ സ്വപ്നം മാത്രം മുടക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഒന്നും കിട്ടില്ല അല്ലെ? നമ്മൾ എന്ത് എഫർട്ട് ഇൻവെസ്റ്റ് ചെയ്തോ അതനുസരിച്ച് ഇഷ്ടം പോലെ കാശ് നമുക്ക് നേടാം. ബസ് ക്വാളിറ്റി പ്രോഡക്ട്സ്, നല്ല സൂപ്പർ പ്രോഡക്റ്റുകൾ, ആയുസ് നീട്ടിത്തരുന്ന, ഏത് വയ്യായ്മയിൽ നിന്നും നമ്മളെ രക്ഷപ്പെടുത്തി കൊണ്ടുവരുന്ന നല്ല 70കളിലും 80കളിലും ചുറുചുറുക്കോടെ 76 വയസ്സുള്ള ഡോക്ടർ ജനാർദ്ദനൻ സാർ ഇപ്പൊ എന്നെ വിളിച്ചിട്ടും പറഞ്ഞു, ഞാൻ വരുന്നുണ്ട് അല്ലേ, ഓടി നടക്കുകയാണ്, ഞാൻ വരുന്നു തെലങ്കാനയിൽ നിന്ന്, ഞാൻ വരുന്നു വിശാഖപട്ടണത്ത് നിന്ന്, ഓടി വരികയാണ്. കാരണം ഈ പ്രോഡക്റ്റ് ഒക്കെ കഴിക്കാൻ ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് നിത്യ യൗവനം കിട്ടുന്ന പ്രോഡക്റ്റുകൾ. ഇവിടെ സമയം വൈകിയത് കൊണ്ട്
ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, നിങ്ങൾ ചെയ്യേണ്ടത് കണക്ട്, അല്ലെ? ആളുകളുമായിട്ട് നല്ല ബന്ധങ്ങൾ സ്ഥാപിക്കുക. എ ഗുഡ് വേ ടു ബിൽഡ് ആൻഡ് മെയിൻറ്റെയിൻ എ റിലേഷൻഷിപ്പ്, കണക്ട് ചെയ്യാനുള്ള അവസരം, അല്ലെ? എവിടെയെങ്കിലും ജിമ്മിൽ പോവുക, അവിടെ കണക്ഷൻ കിട്ടും. എവിടെയെങ്കിലും കളിക്കാൻ പോവുക, അവിടെ കണക്ഷൻ കിട്ടും. ഏതെങ്കിലും ക്ലബ്ബുകളിലൊക്കെ ചെല്ലുക, അവിടെ കണക്ഷൻ കിട്ടും. കല്യാണ വീട്ടിൽ ചെല്ലുക, അവിടെ കണക്ഷൻ കിട്ടും. കൺവേ ചെന്നിട്ട് അവിടെ കണക്ഷൻ കിട്ടി, പക്ഷെ പറയണില്ല. നാണോ? അയ്യോ, നെറ്റ്വർക്ക് പറയാമെന്നാണോ, DXM പറയാമെന്നാണോ, അതിന് വില വെറുതെ നമ്മൾ ആവശ്യമില്ലാത്ത, അല്ലേ? 500 രൂപ ടിക്കറ്റ് എടുത്തിട്ട് പോയിട്ട് നമ്മുടെ ആളുകൾ ഇന്ന് തിയേറ്ററിൽ ഇരുന്ന് സിനിമ കാണുന്നുണ്ട്. അവർ പലതും വില കൂടിയതാണ്. 1 ലക്ഷം രൂപയുടെ മൊബൈൽ ഫോൺ. ഇന്ന് എറണാകുളത്ത് പച്ചാളത്ത് അവിടെ സർബത്ത് കട നടത്തുന്ന ഒരു സർബത്ത് കടയുണ്ട്. നിങ്ങളത് കണ്ടിട്ടുണ്ടാവും, അത് പത്രത്തിലൊക്കെ വന്നിട്ടുണ്ട്. ആ സർബത്ത് ഇടുകാരന്റെ കയ്യിലിരിക്കുന്ന ഫോൺ ഐഫോൺ 2 ലക്ഷം രൂപയുടെ എന്ന് പറഞ്ഞാൽ നമ്മൾ പറയും അവിടെ ചെന്നിട്ട് നമ്മ പറയും വില കൂടുതലാണെന്ന്. സർബത്ത് അടിക്കുന്ന എറണാകുളത്ത് ചെന്നിട്ട് കച്ചേരിപ്പടി കഴിഞ്ഞ് പോരുമ്പോൾ പച്ചാളം എന്ന് പറഞ്ഞ സ്ഥലത്ത് ചെല്ലുമ്പോൾ അവിടെ ഒരു ചെറിയ സർബത്ത് കട, അയാളുടെ കയ്യിലിരിക്കുന്നത് 2 ലക്ഷം രൂപ അടുത്ത് വിലയുള്ള ഐഫോണാണ്. അത്രയും പൈസ അവരിലുണ്ട്. നമ്മൾ ഓർക്കണത് അവരൊന്നും ചെയ്യില്ലെന്നാണ്. സോ കൺവേ ചെയ്യുക, പറയാൻ മടിക്കല്ലേ, കൺവിൻസ് ചെയ്യുക. പറഞ്ഞാൽ പോരാ, നമ്മൾ പറയുന്നത് അവർക്ക് വിശ്വാസം വേണം. വെറുതെ നമ്മൾ എക്സാഗ്രേറ്റ് ചെയ്യരുത്. കൂടികൾ കിട്ടും. ആ കേൾക്കുമ്പോൾ തന്നെ ആളുകൾക്ക് ഇത് ലോട്ടറി ആണെന്ന് മനസ്സിലാവും. വെറുതെ നിങ്ങൾ കഴിച്ചാൽ മതി. ഒരു കാപ്പി കുടിച്ചിട്ടുണ്ടെങ്കിൽ നാളെ നിങ്ങൾക്ക് കുട്ടിയുണ്ടാവും. ഒരു ചായ കുടിച്ചിട്ടുണ്ടെങ്കിൽ ക്യാൻസർ എവിടെ ഓടിപ്പൊളിച്ചെന്ന് അറിയാൻ പറ്റില്ല. ഇങ്ങനെയൊന്നും കയറി പറയരുത്. നമ്മൾ കൺവിൻസ് ചെയ്യുക, അല്ലെ? നമ്മൾ ചെയ്യേണ്ടത് എന്ത് മാർഗം മാത്രമാണ്? അവർക്ക് ധാരാളം പ്രശ്നങ്ങൾ ഉണ്ടാവും. നമ്മൾ അതിനെ പറയുന്നത് നൈസ് അനാലിസിസ് എന്ന് പറയുന്നത്. വെറുതെ പറഞ്ഞു പോകരുത്. എൻ ഫോർ നീഡ്, അവരുടെ നീഡ് നോക്കുക, ആവശ്യം. ഒരാള് അയാള് ലോൺ അടക്കണം, കൊച്ചിനെ പഠിപ്പിക്കണം, വീട് വെക്കണം, പണം 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 എന്ന് ചിന്തിച്ചിരിക്കുന്ന ആളുടെ അടുത്ത് നമ്മൾ പറയണേണ്, ചേട്ടാ ഡയബറ്റിക് 20 തരത്തിലുണ്ട്, വാതപിത്ത കഫദോഷം കൊണ്ടാണ് ഇതുണ്ടാകണെന്ന് പറഞ്ഞാൽ അയാൾ അപ്പൊ തന്നെ അത് ഇട്ടറിയും. അയാളോട് കാശിന്റെ കാര്യം പറയുക. മറിച്ച് വയ്യാണ്ടിരിക്കുന്ന ഒരാൾ, കാല് പഴുത്ത് ഡയബറ്റിക് കൊണ്ട് മുറിക്കാനിരിക്കുന്ന ആളോട് നമ്മൾ ചേട്ടന് നാളെ കോടികൾ ഉണ്ടാക്കാന്നല്ല പറയേണ്ടത്, നമ്മുടെ പ്രോഡക്റ്റ് എങ്ങനെയാണ് ആ ഡയബറ്റിക്കാർക്ക് കിട്ടി തന്നിട്ടുള്ള ഗുണങ്ങൾ അത് പറയുക. സോ അതിന്റെ നീഡ് അനാലിസിസ് എന്ന് പറയും. ദെൻ സെക്കൻഡ്, ഇൻട്രസ്റ്റ്, അവരുടെ താല്പര്യം. ചിലർക്ക് ഇതൊന്നുമല്ല. ഞാനും എൻ്റെ ഒരു കൂട്ടുകാരനും കൂടി ചെന്നപ്പോ ഒരു സിനിമയുടെ പ്രൊഡ്യൂസറാണ്. ആ പ്രൊഡ്യൂസർ സിനിമ പറഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പം മനസ്സിലാവും. പുള്ളി പെട്ടെന്ന് ചോദിച്ചു. പുള്ളി പത്തനംതിട്ട മീറ്റിംഗിൽ എപ്പോഴും പങ്കെടുക്കും. പുള്ളി പറഞ്ഞു, എനിക്ക് ഇഷ്ടപ്പെട്ടത് എല്ലാവരും കൂടി നിങ്ങൾ ടൂർ പോകും. ഇങ്ങേരും മമ്മൂട്ടിക്ക് കോടികൾ കൊടുത്ത് സിനിമ എടുക്കുന്ന ആളാണ്. പക്ഷെ ഇങ്ങേർക്ക് ഇഷ്ടം DXNലുള്ള കുറെ ആളുകൾ, ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാവരും കൂടി ഫ്രീ ആയിട്ട് ടൂർ പോകും. അങ്ങനെ പുള്ളി ചോദിച്ചു. ഇപ്പൊ സ്റ്റാർ ആണ് ആ പ്രൊഡ്യൂസർ. സോ ഇൻട്രസ്റ്റ് എന്താണ് നോക്കണം. കൺസേൺ, അവരുടെ പരിഗണന. ചില ആളുകൾക്ക് ഇതൊന്നുമല്ല. അവരുടെ കൺസേൺ മറ്റുള്ളവരെ സഹായിക്കണം. മറ്റുള്ളവർക്ക് അസുഖം മാറുമ്പോൾ അവർക്ക് അവരുടെ ഭയങ്കര സന്തോഷമാണ്. അസുഖം മാറുമ്പോൾ മറ്റുള്ളവർക്ക് 1 രൂപ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ സന്തോഷം. അവരുടെ പരിഗണന എന്താണെന്ന് നോക്കണം. എക്സ്പെക്ടേഷൻ, പ്രതീക്ഷകൾ. ഒരു പ്രതീക്ഷയില്ലാത്ത ഒരാള് ആത്മഹത്യയുടെ വക്കത്താണ്. അയാൾക്ക് ഒന്നിനോടും ഒരു പ്രതീക്ഷയില്ല. അവരോട് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല, അല്ലെ? അവരുടെ എക്സ്പെക്ടേഷൻ നോക്കണം, അവരുടെ പരിഗണന, കൺസേൺ നോക്കണം, അവരുടെ ഇൻട്രസ്റ്റ്, താല്പര്യം നോക്കണം. അതനുസരിച്ച് നമ്മൾ പറയുമ്പോഴേ അവർ കൺവിൻസ് ആകുള്ളൂ. നമ്മൾ അവസാന ഭാഗത്തേക്ക് എത്തുകയാണ്. എല്ലാവരെയും പരാജയപ്പെടുത്തുന്നത് ഈ ഒരു അസുഖമാണ്. അതിനെ പറയുന്ന പേരാണ് ലിമിറ്റിംഗ് ബിലീഫ് എന്ന് പറയും. എനിക്കതില്ല, ഇതില്ല, സാറേ എനിക്ക് ചെയ്യാൻ പറ്റില്ല, പൈസ ഇല്ല. പൈസ ഇല്ലാതെ ഏറ്റവും ദാരിദ്ര്യമുള്ള ഒരു സ്റ്റേറ്റ് ആണ് ബീഹാർ. 36% ആളുകൾ ദാരിദ്ര്യരേഖയ്ക്ക് താഴെ കിടക്കുന്ന രാജ്യം. 0.5% താഴെയാണ് കേരളത്തില്. നമ്മളപേക്ഷിച്ച് നമ്മളെക്കാൾ എത്ര ഇരട്ടി, 72 ഇരട്ടി ദാരിദ്ര്യത്തിൽ കിടക്കുന്ന രാജ്യം. അവിടെയാണ് ഏറ്റവും കൂടുതൽ കാശുണ്ടാക്കിയിരിക്കുന്നത്. ധർമ്മശീല ജനിച്ചതും വളർന്നതും, അല്ലേ? 50 ലക്ഷം രൂപ പെർമന്ന് ഉണ്ടാക്കുന്ന ധർമ്മശീല ബീഹാറുകാരെയാണ്. അപ്പൊ ഇത് ആറ്റിറ്റ്യൂഡാ വിഷയം. നമ്മൾ വെറുതെ 6ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ, സാറേ എനിക്ക് വിദ്യാഭ്യാസം. 6ാം ക്ലാസ്സുകാരിയാണ് 50 ലക്ഷം രൂപ ഉണ്ടാക്കുന്നത്. അപ്പൊ നമ്മൾ ആവശ്യമില്ലാണ്ട് ലിമിറ്റ്, എനിക്ക് കഴിവില്ല എന്ന് പറയരുത്. ലാസ്റ്റ് ഈ ചിത്രം കൂടി കണ്ടോളൂ. അരുണിമ സിൻഹ, അല്ലെ? ഫസ്റ്റ് ഇന്ത്യൻ ആംബ്യൂട്ടി ടു ക്ലൈംബ് മൗണ്ട് എവറസ്റ്റ്. മൗണ്ട് എവറസ്റ്റ് ആദ്യമായിട്ട് കയറി. എവറസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, അല്ലെ? നമ്മുടെ ഇവിടെ ഏറ്റവും ഉയരം കൂടിയ ആ മല, അല്ലെ? ആ പർവ്വതം കടന്ന് അവിടെ ചെന്ന് 2 കാലും ഇല്ലാത്ത പെണ്ണ്. ആ പെണ്ണിന്റെ പേരാണ് അരുണിമ സിൻഹ എന്ന് പറയും. 2 കാലില്ലാണ്ട് റോട്ടിൽ കൂടി നടക്കുക. നമ്മൾ 2 കാലില്ലെങ്കിൽ റോട്ടിൽ കൂടി നടക്കില്ല. 2 കരുത്തുള്ള കാലുണ്ടെങ്കിൽ നമ്മൾ ലിഫ്റ്റ് കയറിയേ പോവുള്ളൂ. 2ാം നിലയിൽ പോകണമെങ്കിൽ സ്റ്റെയർ കയറൂലല്ലോ. നമ്മുടെ വീടിന്റെ അടുത്ത് ചെറിയ, ഇപ്പൊ ഈ കണ്ണൂർ ഭാഗത്തൊക്കെ ചെന്നാൽ ചെറിയ കുന്നുകളുണ്ട്, അല്ലെ? ചില ആടാമ്പാറ, ആ പാറ കയറൂലല്ലോ.
ആ സമയത്ത് 2 കാലും ഇല്ലാത്ത ആ പെൺകുട്ടി എവിടെ എത്തിയത്? എവറസ്റ്റ് കീഴടക്കി. സോ അവർ കാലുകൊണ്ടാണ് കീഴടക്കിയത്, മനസ്സുകൊണ്ടാണ്. ഇതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കീഴടക്കുന്നത്, ജീവിതത്തിൽ എല്ലാം നേടുന്നത് മനസ്സുകൊണ്ടാണ്. അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത് 85% പ്രശ്നങ്ങൾക്ക് കാരണം നമ്മുടെ മനസ്സാണ്. മാർട്ടിൻ ലൂതർ കിങ് പറഞ്ഞ കാര്യം നിങ്ങൾക്കറിയാം. ഇഫ് യു കാൺ ഫ്ലൈ ദെൻ റൺ. നിങ്ങൾക്ക് ഓടാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് പറക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ ഓടാൻ ശ്രമിക്കണം. ഇഫ് യു കാൺ റൺ ദെൻ വാക്ക്. നിങ്ങൾക്ക് ഓടാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ നടക്കാനെങ്കിലും നോക്കണം. ഇഫ് യു കാൺ വാക്ക് ദെൻ ക്രൗൾ. നിങ്ങൾക്ക് നടക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ എഴയാനെങ്കിലും ശ്രമിക്കണം. അവിടെ എത്തിയിരിക്കും. എന്ത് പറ്റും? യു ഹാവ് ടു കീപ്പ് ഓൺ മൂവിങ് ഫോർവേഡ്. പക്ഷെ നിങ്ങൾ ചെയ്യേണ്ട ഒറ്റ കാര്യം, എന്തെങ്കിലും ചെയ്യുക. പറക്കാൻ പറ്റിയില്ല, ഓടുക. ഓടാൻ പറ്റിയില്ല, നടക്കുക. നടക്കാൻ പറ്റിയില്ല, എഴയുക. ബട്ട് എന്ത് ചെയ്യണം? വാട്ട് എവർ യു ഡു, എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ ചെയ്യേണ്ട എന്താണ്? യു ഹാവ് ടു കീപ്പ് ഓൺ മൂവിങ്. അല്ലെ? നമ്മൾ ചലിച്ചുകൊണ്ടിരിക്കണം. നമ്മൾ പലരും എടുക്കുമ്പോൾ കാണുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ DXN മാത്രമല്ല ജീവിതത്തിൽ പകച്ച് സ്റ്റക്കായി നിൽക്കുകയും അവർക്ക് പറഞ്ഞിട്ടുള്ളതല്ല വിജയം. വിജയം പറഞ്ഞിരിക്കുന്നത് ചലിക്കുന്നവർക്കാണ്, അല്ലെ? ആക്റ്റീവായിട്ടുള്ളവർക്ക്. അങ്ങനെ ആക്റ്റീവായ മനസ്സും, അല്ലെ, സജീവമായിട്ടുള്ള ചിന്താഗതികളും ഉയർന്ന മാനസികാവസ്ഥയും വലിയ സ്വപ്നങ്ങളും അതിനൊപ്പം പണിയെടുക്കാനുള്ള മനസ്സുണ്ടെങ്കിൽ ഒരു തർക്കവും വേണ്ട. DXN എന്ന് പറയുന്ന മഹാപ്രസ്ഥാനം നമ്മൾ അത്യുന്നതങ്ങളിൽ എത്തിച്ചിരിക്കും. അതിന് നിങ്ങൾക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ എന്ന് ഈ ത്രിസന്ധ്യ നേരത്ത് പ്രാർത്ഥിച്ചുകൊണ്ട് ആഗ്രഹിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. താങ്ക് യു വെരി മച്ച്. ഗുഡ് മോർണിംഗ്.